ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമേലുള്ള പ്രത്യേക ചർച്ച തുടരുകയാണ്. അതിഥികളിലേക്ക് പോകും മുമ്പ് ഞങ്ങൾ പ്രതിനിധി റോഷിപാലിലേക്ക് പോകുന്നു. റോഷിപാൽ, ഈ നടി ആക്രമിക്കപ്പെട്ട സംഭവം മുതൽ കൃത്യമായി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും നടിക്ക് നീതി ലഭിക്കാനുള്ള എല്ലാ മാർഗങ്ങളും തുടക്കം മുതൽ ആരെയും ചെയ്തിട്ടുള്ളതാണ് റോഷി. ഇപ്പോൾ ഈ വിഷയത്തിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും റിപ്പോർട്ട് കിട്ടാൻ ആദ്യം സർക്കാരിനെ സമീപിക്കുന്നു, പിന്നീട് സർക്കാർ അതിൽ വിമുഖത കാണിക്കുന്നു, പിന്നീട് വിവരാവകാശ കമ്മീഷനെ സമീപിക്കുന്നു. അങ്ങനെ വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിച്ച 8 മാധ്യമപ്രവർത്തകരിൽ ഒരാളാണ് റോഷി. ഇന്നിപ്പോൾ ഇതാദ്യം ഇതിലെ വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്ന റോഷിപാലാണ്. ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിന് മുന്നിലുണ്ടായിരുന്ന തടസ്സങ്ങൾ, ഇന്നത്തെ ദിവസം തന്നെ ഉണ്ടായ നാടകീയമായ സംഭവങ്ങളെ നമ്മൾ എങ്ങനെ വേണം കാണാൻ റോഷി? സ്മൃതി, ഒന്ന് നമുക്കറിയാം, 2017 കൊച്ചിയിൽ നടി ക്രൂരമായി ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ രൂപീകൃതമായ WCC സമീപിച്ചതിന് പിന്നാലെയാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയെ ഒന്നാം പിണറായി സർക്കാർ നിയമിച്ചത്. ആ കമ്മിറ്റി റിപ്പോർട്ട് 2019 ഡിസംബർ 31 സർക്കാരിന് സമർപ്പിച്ചെങ്കിലും പിന്നീട് പലവട്ടം നിയമസഭയിലടക്കം ഈ റിപ്പോർട്ട് പുറത്തുവിടാനുള്ള ആവശ്യമുയർന്നു. അന്ന് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ M സ്വരാജ് MLA ആവശ്യപ്പെടുന്നു, നിയമസഭയിൽ ആ റിപ്പോർട്ട് വെക്കാം, അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടക്കുന്നു എന്നായിരുന്നു അന്നത്തെ സാംസ്കാരിക സിനിമാ മന്ത്രി AK ബാലൻ നൽകിയ മറുപടി. പക്ഷേ പിന്നീട് അങ്ങോട്ട് അത് നിയമസഭയിൽ ചോദ്യമായി ഉയർന്നില്ല. പിന്നീട് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ 2 വട്ടം KK രമ MLA ഇതേ ചോദ്യങ്ങൾ നിയമസഭയ്ക്കാകെ ഉയർത്തി. പക്ഷേ അന്ന് വ്യക്തികളുടെ സ്വകാര്യത മാനിച്ചുകൊണ്ട് റിപ്പോർട്ടിൻ്റെ പകർപ്പ് പുറത്തുവിടാൻ കഴിയില്ല, അത് സഭയിൽ വെക്കാൻ കഴിയില്ല എന്ന ഉത്തരമാണ് സിനിമാ മന്ത്രി സജി ചെറിയാൻ നൽകിയ മറുപടി. പിന്നീട് മാധ്യമപ്രവർത്തകരായ ഞാനടക്കം പലരും വിവരാവകാശ നിയമപ്രകാരം സാംസ്കാരിക വകുപ്പിന് കത്ത് നൽകി ഈ റിപ്പോർട്ടിൻ്റെ പകർപ്പ് ആവശ്യപ്പെട്ടു. പക്ഷേ ആ ഘട്ടങ്ങളിലൊക്കെ മറുപടി ഇത് ഒരേ മറുപടിയായിരുന്നു. പിന്നീടാണ് വിവരാവകാശ കമ്മീഷണറെ സമീപിക്കുന്ന അപ്പീലുമായി. ആ വിവരാവകാശ കമ്മീഷണറുടെ ഇടപെടലിലാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാകുന്നതും. അങ്ങനെ കഴിഞ്ഞ മാസം 24-ന് റിപ്പോർട്ടിൻ്റെ പകർപ്പ്, അതും വ്യക്തിഗത വിവരങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് 3 മണിക്ക് 24-ന് 3 മണിക്ക് സെക്രട്ടേറിയറ്റിൽ സാംസ്കാരിക വകുപ്പ് ഓഫീസിൽ നിന്നും ലഭ്യമാക്കുമെന്നായിരുന്നു അറിയിപ്പ്. ആ അറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് സ്വീകരിക്കാൻ എത്തുന്നതിന് തൊട്ടു മുമ്പ് ഈ നിർമ്മാതാവ് കോടതിയെ സമീപിക്കുകയും അന്ന് സ്റ്റേ വരികയും ചെയ്തു. അതിനുശേഷം സ്റ്റേ നീങ്ങി ഹൈക്കോടതി 7 ദിവസത്തിനകം റിപ്പോർട്ടിൻ്റെ പകർപ്പ് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയ ഞാനടക്കമുള്ളവർക്ക് നൽകണമെന്ന് കൃത്യമായി ഉത്തരവിടുകയും ചെയ്തു. ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ശനിയാഴ്ച രാവിലെ 11 മണിക്ക് റിപ്പോർട്ടിൻ്റെ പകർപ്പ് ലഭ്യമാക്കുമെന്ന അറിയിപ്പ് സാംസ്കാരിക വകുപ്പിൽ നിന്നും ലഭിക്കുന്നത്. പക്ഷേ തലേന്ന് കാര്യങ്ങൾ മാറിമറിഞ്ഞു. സിനിമാ നടി രഞ്ജിനി ഹൈക്കോടതിയെ സമീപിക്കുന്നു, ഡിവിഷൻ ബെഞ്ചിനെ. അതിൻ്റെ അടിസ്ഥാനത്തിൽ പക്ഷേ സ്റ്റേ നൽകാൻ ഹൈക്കോടതി തയ്യാറായില്ല. പക്ഷേ സംസ്ഥാന സർക്കാർ തീരുമാനം മാറ്റി, റിപ്പോർട്ട് നൽകാൻ കഴിയില്ലെന്ന്, റിപ്പോർട്ട് നൽകുമെന്ന് പറഞ്ഞ ശനിയാഴ്ച രാവിലെ 8:32-ന് സാംസ്കാരിക വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി സുഭാഷിണി തങ്കച്ചി ടെലിഫോൺ വഴി അറിയിക്കുന്നു. അങ്ങനെയാണ് പിന്നീട് റിപ്പോർട്ട് ലഭിക്കില്ലെന്ന് ബോധ്യമായതോടെ അന്ന് ശനിയാഴ്ച രാവിലെ 10:50-ന് മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ A. അബ്ദുൾ ഹക്കീമിനെ ഞാൻ നേരിട്ട് കണ്ട് രേഖാമൂലമുള്ള പരാതി സമർപ്പിക്കുന്നു. കാരണം നിയമ തടസ്സമില്ല. എന്തുകൊണ്ട് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പകർപ്പ് ലഭ്യമാക്കാൻ കഴിയില്ല? അതിന് കൃത്യമായ ഉത്തരം സാംസ്കാരിക വകുപ്പിന് നൽകാൻ കഴിയുന്നില്ല. അതുകൊണ്ട് വിവരാവകാശ കമ്മീഷനുടെ ഇടപെടൽ അനിവാര്യമാണെന്ന അഭ്യർത്ഥനയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അപ്പോൾ തന്നെ സംസ്ഥാന സാംസ്കാരിക വകുപ്പിനോട് വിശദീകരണം ചോദിച്ചു, നോട്ടീസ് നൽകി അടിയന്തരമായി മറുപടി നൽകണമെന്ന് ആവശ്യപ്പെട്ടു. പ്രത്യേക ദൂതൻ വഴി സാംസ്കാരിക വകുപ്പ് ഓഫീസ് സെക്രട്ടേറിയറ്റ് ഓഫീസിലേക്ക് ഈ കത്ത് എത്തിക്കുകയും ചെയ്തു. അങ്ങനെ അടുത്ത നടപടിയിലേക്ക് സംസ്ഥാന വിവരാവകാശ വകുപ്പ് പോകുന്നു, വിവരാവകാശ കമ്മീഷണർ പോകുന്നു എന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആശങ്കാജനകമാണ്. അത് ഈ ഡെപ്യൂട്ടി സെക്രട്ടറി, സംസ്കാര വകുപ്പിലെ ഡെപ്യൂട്ടി സെക്രട്ടറിയായ സുഭാഷിണി തങ്കച്ചിയെ സംബന്ധിച്ചിടത്തോളം അത് അവരെ ജോലിക്ക് പോലും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം കൂടിയാണ്. കാരണം കമ്മീഷണറുടെ കടുത്ത ഇടപെടൽ വന്നാൽ അത് വലിയ തരത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന ബോധ്യമുണ്ട്. അങ്ങനെ ഈ റിപ്പോർട്ട് പുറത്തുവിടേണ്ട അവസാന സമയം ഹൈക്കോടതി ആവശ്യപ്പെട്ട. അതിനിടയിലാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്നും കൃത്യമായ ഒരു സാധ്യത, നിയമസാധ്യത വരുന്നു. റിപ്പോർട്ട് പുറത്തുവിടാൻ തടസ്സങ്ങളില്ല. പക്ഷേ എങ്കിൽ പോലും വൈകിട്ട് 5 മണിക്ക് റിപ്പോർട്ട് പുറത്തു വരുമെന്നായിരുന്നു ആദ്യ അറിയിപ്പ്. അത് വീണ്ടും നിയമ തടസ്സങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന രീതിയിൽ വാർത്തകൾ നൽകി. ഞാൻ ആ സമയത്ത് തന്നെ സെക്രട്ടേറിയറ്റിൽ മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടുന്നു. പിന്നീട് അവർ പെട്ടെന്ന് റിപ്പോർട്ട് പുറത്തുവിടാമെന്ന് പറയുന്നു. പക്ഷേ പെട്ടെന്നത് സമയം 2:30 ആ സമയത്തും ആശങ്കയായിരുന്നു. കാരണം കോടതിയിലേക്ക് 2 പേർ സമീപിക്കുന്നു. ഒരാൾ ഡിവിഷൻ ബെഞ്ചിൽ പോകുന്നു, മറ്റൊരാൾ സിംഗിൾ ബെഞ്ചിൽ പോകുന്നു. റിപ്പോർട്ട് പുറത്തു വരുമോ എന്ന ഒരു ആശയക്കുഴപ്പമുള്ള ആ ഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു അതിൻ്റെ സോഫ്റ്റ് കോപ്പി അത് ലഭ്യമാക്കണം. അതിൻ്റെ ഹാർഡ് കോപ്പി തരാനാണ് താമസമെങ്കിൽ സോഫ്റ്റ് കോപ്പി ഇമെയിൽ വഴി നൽകാവുന്നതാണ്. അതിൻ്റെ സാധ്യത സാംസ്കാരിക വകുപ്പിന് ഉപയോഗിക്കാവുന്നതാണെന്ന് നമ്മൾ അത് കൃത്യമായി തത്സമയം തന്നെ ആ വിഷയം ചർച്ചയ്ക്കെടുക്കുന്നു.
അതിനുശേഷമാണ് പെട്ടെന്ന് തന്നെ 2:30 ലഭ്യമാക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടറിയിലെത്തി കോപ്പി കൈപ്പറ്റുന്നു. അതിനുശേഷം അതിൻ്റെ സോഫ്റ്റ് കോപ്പിയും ലഭ്യമാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒന്ന് മനസ്സിലായത്, കൃത്യമായി ഈ സിനിമാ മേഖലയിലുള്ളവരുടെ കടുത്ത സമ്മർദ്ദം, അത് ആരൊക്കെയാണോ ഈ റിപ്പോർട്ട് പുറത്തു വരണമെന്ന് ആഗ്രഹിച്ചത് അവരുടെ മേൽ കടുത്ത സമ്മർദ്ദമുണ്ടായി. അവരുടെ ഇടപെടൽ തടയാനുള്ള എല്ലാ തരത്തിലുള്ള ശ്രമവും നടന്നു. അത് വരും ദിവസങ്ങളിൽ അത് പുറത്തു വരും. അതിന് പിന്നിൽ ആരൊക്കെയാണോ, ആരുടെയൊക്കെ കൈകളുണ്ടോ, അത് കൃത്യമായി പുറത്തു വരും. ഇന്ന് തന്നെ നമുക്കറിയാം, ഈ നടി രഞ്ജിനിക്ക് വേണ്ടി ഇന്ന് സുപ്രീം കോടതിയിലെ ഏറ്റവും മുതിർന്ന അഭിഭാഷകൻ മുഗൾ റോത്തഗി എത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. നമുക്ക് 2017 നടി ആക്രമിക്കപ്പെട്ട സംഭവം അറിയാം. അതിലെ പ്രധാന പ്രതി, 8ാം പ്രതിയായ നടൻ ദിലീപിന് വേണ്ടി സുപ്രീം കോടതിയിൽ നിരന്തരം ഹാജരാകുന്ന സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ കൂടിയാണ് മുഗൾ റോത്തഗി. അത്തരത്തിലുള്ള അഭിഭാഷകരെ മുഗൾ റോത്തഗി ആണ് ഹാജരാകുന്നുള്ള സൂചനകൾ മുഗൾ റോത്തഗി അല്ല അത് കൃത്യമാണ്, രേഖകളുള്ള കാര്യമാണ്. കൃത്യമായി ദിലീപിന് വേണ്ടി ഹാജരാകുന്നത് അത് രേഖകളുടെ കാര്യമാണ്. എല്ലാ തരത്തിലും. ഇനി മാത്രവുമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇന്ന് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഏതെങ്കിലും തരത്തിൽ ഈ റിപ്പോർട്ടുകൾ പുറത്തു വരാനുള്ള സാധ്യത അടക്കാനുള്ള എല്ലാ ശ്രമവും അത് വരും ദിവസങ്ങൾ കൃത്യമായി, കഴിഞ്ഞ ദിവസം നമ്മളതിൻ്റെ സൂചന പറഞ്ഞതാണ്. ആരൊക്കെയാണോ ഇതിൽ ഇടപെടൽ നടത്തുന്നത്, ആ ഇടപെടൽ നടത്തുന്നവരെ ഏതൊക്കെ തരത്തിൽ സ്വാധീനിക്കാൻ പറ്റുമോ ആ സ്വാധീന ശ്രമങ്ങൾ നടന്നു. കാര്യം വ്യക്തമാണ് റോഷിപാൽ. ഓരോ ഘട്ടത്തിലും സർക്കാരിന് ഈ റിപ്പോർട്ട് പുറത്തുവിടാവുന്ന രൂപത്തിൽ ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിട്ടും അത് വൈകിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം സാംസ്കാരിക വകുപ്പ് മന്ത്രി തന്നെ നടത്തിയ പ്രതികരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. എന്തിനാണ് ഇത്ര വെപ്രാളം, ആർക്കാണ് ഇത്ര ധൃതി എന്നുള്ള മന്ത്രിയുടെ ചോദ്യം, ഒരു പരിഹാസ രൂപേണയുള്ള ചോദ്യമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇത് പല ഘട്ടങ്ങളിലായി മന്ത്രിയുടെ ഭാഗത്ത് ഈ പ്രതികരണം ഉണ്ടായിട്ടുള്ളതാണ്. സർക്കാരിന് ഇനി ഒന്നും ചെയ്യാനില്ല, സർക്കാരിന് റോളില്ല, SPIയുടെ കയ്യിലാണ് റിപ്പോർട്ടുള്ളത്, അത് പൂർണ്ണമായും അതിൻ്റെ കസ്റ്റോഡിയൻ SPIO ആണ് എന്നൊക്കെയായിരുന്നു അന്ന് മന്ത്രി പറഞ്ഞത്. ഇന്നിപ്പോൾ അങ്ങനെയാണ്. സാങ്കേതികമായി SPIO തന്നെയാണ് ഈ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. പക്ഷേ സാംസ്കാരിക വകുപ്പിലേക്കാണ് ഈ റിപ്പോർട്ട് കൈമാറിയിരുന്നത്. റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം 4.5 വർഷം മുമ്പേ മന്ത്രിക്കറിയാം. നിയമനിർമ്മാണം ആലോചിക്കുന്നു എന്ന് 2022 സഭയിൽ പറയുമ്പോഴും ഇതിലെ പരാമർശങ്ങൾ, ആർക്കൊക്കെതിരെയുള്ള വിമർശനങ്ങൾ, ആർക്കൊക്കെതിരെയുള്ള ആരോപണങ്ങൾ, ഇതൊക്കെ മന്ത്രി കണ്ടിട്ടുണ്ട്, സർക്കാർ കണ്ടിട്ടുണ്ട്. 5 വർഷം 4.5 വർഷം അതിന്മേൽ അടയിരിക്കുമ്പോൾ അത് വലിയ തോതിൽ ഒരുപാട് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കൂട്ടുന്ന രീതിയിലേക്ക് അത് മാറിയിരുന്നു. കാരണം അത് പരിഹരിക്കപ്പെടേണ്ട 4.5 വർഷം മുമ്പേ പരിഹരിക്കാവുന്ന വിഷയം അതിങ്ങനെ നീട്ടിക്കൊണ്ടുപോയത് കൂടുതൽ പേർ ആ രൂപത്തിൽ അനുഭവിക്കുന്ന സാഹചര്യത്തിലേക്ക് കൂടി എത്തി എന്ന് വേണം മനസ്സിലാക്കാൻ. രഞ്ജിത്ത് മാരാർ, ഇപ്പോൾ മുകുൾ റോത്തഗി വിഷയം വിട്ടേക്കോ, അതൊരു തെറ്റായ വിവരം ആ ഘട്ടത്തിൽ ലഭിച്ചതായിരുന്നു. പക്ഷേ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന് വേണ്ടി അദ്ദേഹം ഹാജരായി എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നുണ്ടല്ലോ, അത് വിട്ടേക്കും. അതിന്മേലൊരു തർക്കത്തിലേക്ക് പോകേണ്ടതില്ലെന്ന് കരുതുന്നു രഞ്ജിത്ത് മാരാർ. പക്ഷേ അപ്പോഴും WCC അംഗമാണ് രഞ്ജിനി. WCCക്ക് ഈ റിപ്പോർട്ട് പുറത്തു വരണം, ഈ റിപ്പോർട്ട്, ഈ അന്വേഷണം റിപ്പോർട്ട് തയ്യാറാക്കാൻ ഒരു കമ്മിറ്റി വേണമെന്ന ആവശ്യം തന്നെ സർക്കാരിന് മുന്നിൽ വെച്ചത് WCC ആണല്ലോ. അപ്പോൾ WCCയിൽ നിന്ന് വിരുദ്ധമായൊരു നിലപാടിലേക്ക് രഞ്ജിനി പോകുമ്പോൾ അതെന്തുകൊണ്ട് WCCയിൽ പറഞ്ഞില്ല എന്നൊരു വിഷയമുണ്ടല്ലോ. അവരറിയാതെ പെട്ടെന്ന് തന്നെ കോടതിയെയും സർക്കാരിനെയും സമീപിക്കുക, അവിടാണ് സംശയത്തിനിടയാക്കുന്നത്. ഇല്ലല്ലോ, WCC ആയിട്ടൊരു കോൺഫ്ലിക്റ്റ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്ന ഒറ്റ ഭാഗത്ത് മാത്രമേ ഉള്ളൂ. WCC wanted to make sure that something comes in and some persons, WCCയുടെ ഫൗണ്ടർ അടക്കം ഉണ്ടല്ലോ, why did they not proceed against her? അപ്പോൾ നമുക്ക് അതിൽ ഒരു കാര്യമില്ല. നിങ്ങൾ ആ പാരഗ്രാഫ് 268 മാത്രം വായിച്ചാൽ മതി. എൻ്റെ ഉത്തരം അതിലുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം. ഇതിൽ WCC ought to have protected these persons. WCCയിലുള്ള മെമ്പേഴ്സ് മാത്രമല്ല അവരെന്ന് മനസ്സിലാക്കണം. നമ്മൾ എത്രയോ ജൂനിയർ ആർട്ടിസ്റ്റിനെ കാണുന്നു. ഈ സെലിബ്രേറ്റ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ മാത്രമല്ല ഇതിലുള്ള ആൾക്കാർ, അവരുടെയൊക്കെ പല കാര്യങ്ങളുണ്ട്. ഇതുകൊണ്ട് തീരുന്നുമില്ല. മാത്രമല്ല, ഈ ഇൻഫർമേഷൻസ് നമ്മൾ പല സ്ഥലത്തുനിന്ന് പലപ്പോഴായിട്ട് ഗ്യാദർ ചെയ്യുന്ന ഇൻഫർമേഷൻസ് അല്ല ഇൻഫർമേഷൻസ്. ഈ ജസ്റ്റിസ് ഹേമ പറഞ്ഞ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമ്മൾ കാണുന്ന ഗ്ലിറ്ററിങ് സ്റ്റാർസ് ഒന്നുമല്ല ഗ്ലിറ്ററിങ് സ്റ്റാർസ്. ദർ ആർ സോ മെനി അതർ തിങ്സ് ഇൻസൈഡ്. അതെല്ലാം പുറത്തു വരട്ടെ. അത് പലരുടെയും ഞങ്ങൾക്കുള്ളൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പുറത്തു വരുമ്പോൾ നമ്മുടെ പ്രൈവസീനെ എഫക്റ്റ് ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പലപ്പോഴായിട്ട് പല ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട്. അത് പുറത്ത് വരാതിരിക്കാൻ വേണ്ടി WCC അത് കാണിച്ചു കൊടുത്ത് അത് ഫൈറ്റ് ചെയ്യണം. WCCക്ക് എന്തുകൊണ്ട് WCC ഒരു റിപ്പോർട്ടിൻ്റെ കോപ്പി ആവശ്യപ്പെട്ടില്ല? എത്രയും ദിവസം നിങ്ങളുടെ റിപ്പോർട്ടേഴ്സാണല്ലോ ഇത് ആവശ്യപ്പെട്ടത്.
എന്തുകൊണ്ട് ആവശ്യപ്പെട്ടില്ല? എത്ര ദിവസം നമ്മളിത് മൂട്ട് ചെയ്തു, എത്രയോ വർഷം കൊണ്ട് മൂട്ട് ചെയ്യുന്നു. റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വരണം, സിനിമാ മേഖലയിൽ മാറ്റം അനിവാര്യമാണ് എന്നാണ്. കറക്റ്റാണ്, അതെല്ലാം ശരിയാണ്. പക്ഷേ ദേ ഡിഡ് നോട്ട് ഈവൻ ആസ്ക് ഫോർ ദി റിപ്പോർട്ട്. അവർ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ വന്ന് സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. യു അണ്ടർസ്റ്റാൻഡ് ദെയർ, അവരുടെ കളറും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇറ്റ്സ് എ വണ്ടർഫുൾ ഓർഗനൈസേഷൻ. ഹേമ കമ്മിറ്റിക്ക് വളരെ വ്യക്തമായി അറിയാം. രഞ്ജിത്ത് മാരാന് 268ാമത്തെ പോയിന്റ് മാത്രമാണ് പ്രധാനപ്പെട്ടത്. 268ാമത്തെ പോയിന്റ് മാത്രമാണ് പ്രധാനപ്പെട്ടത്. ഈ WCC ഇല്ലായിരുന്നെങ്കിൽ നമ്മളിങ്ങനെ ഇരിക്കില്ല രഞ്ജിത്ത് മാരാർ. WCC ഇല്ലായിരുന്നെങ്കിൽ നമ്മളിങ്ങനെ ഇരിക്കില്ല, നമ്മളിത് ചർച്ച ചെയ്യില്ല, ഇതൊന്നും പുറത്ത് വരില്ല. സ്മൃതി എങ്ങനെയാണ് ഇരിക്കണേന്നുള്ളത് സ്മൃതിയുടെ നോക്കിയാൽ മതി. WCCയുടെ തൽക്കാലം എന്നോട് അത് ശരിയായിരിക്കും. അതിലെന്താ സംശയമുള്ളത്? സ്മൃതി ഇത്ര എക്സൈറ്റഡ് ആവണ്ട. നമ്മളൊരു ഇഷ്യൂ ഡിസ്കസ് ചെയ്യാം. നമ്മൾ കാണുന്നത് എന്താണ്? ഇന്നത്തെ റിപ്പോർട്ടിൽ വന്നിരിക്കില്ലല്ലോ. TRP റേറ്റിംഗ് സ്മൃതിക്ക് ഉണ്ടല്ലോ. എക്സൈറ്റഡ് ആണ്. ഐ ഡു നോട്ട് ഹാവ് ടു. മനുഷ്യ ലംഘനങ്ങളാണ് സിനിമയിൽ ലംഘിക്കപ്പെടുന്നത്. നമുക്കിവിടെ നിർത്താം. സ്മൃതിക്ക് നല്ലത്. നമുക്കിവിടെ നിർത്താം. സ്മൃതി പ്ലീസ് എന്നെ ഒഴിവാക്കി. എനിക്ക് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഈ ലെവലിൽ ഇറങ്ങി വന്ന് സംസാരിക്കാൻ. യു കണ്ടിന്യൂ വിത്ത് യുവർ എക്സൈറ്റ്മെന്റ്. സിനിമാ മേഖലയിൽ ഏറ്റവും താഴ്ന്ന നിലവാരത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ എന്തിനാണ് താങ്കൾക്ക് ഇത്ര രോഷം? സ്മൃതി നിങ്ങൾ സംസാരിക്കുക. ഏതെങ്കിലും ഒരു റേഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് ഇരിക്കുക. നിങ്ങൾ പറയുന്ന സാധനങ്ങൾ ഈ അബദ്ധമായിട്ടുള്ള ഇൻഫർമേഷൻസ് പാസ്സാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം അതിലൊരു കൗണ്ടർ അല്ലെങ്കിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ആരെങ്കിലും വൈറ്റ് വാഷ് ചെയ്യാറുണ്ടെങ്കിൽ അയാളെ വൈറ്റ് വാഷ് ചെയ്യൂ. എന്നെ വിളിച്ചിരുത്തിയിട്ട് അല്ലെങ്കിൽ സംസാരം. ഇതിൽ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. അതിലെല്ലാം ആക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് ഫോർ ഹെർ. ഞാൻ പറയുന്നത് രഞ്ജിനി എന്ന് പറയുന്ന വ്യക്തി ഷീ വാണ്ട് ടു സീ ദി അൾട്ടിമേറ്റം. അല്ലാതെ നമുക്കൊരു ഫിലിമിലേക്ക് കയറി പോകാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല അവരുടെ ഇഷ്യൂ. ഷീ ഹാസ് നൗ സ്റ്റോപ്പ് ദാറ്റ്. അല്ലേ, നിങ്ങൾ കണ്ടതല്ലേ അവരുടെ രീതികൾ. അവർ മിനിഞ്ഞാന്നാണെങ്കിലും ബൈറ്റ് കൊടുത്തപ്പോൾ നിങ്ങൾ കണ്ടാണ്. എന്താണ് അവരുടെ ആവശ്യം? ഷീ നെവർ സെഡ് ഈ റിപ്പോർട്ട് പുറത്തു വരരുത് എന്ന് ഒരിക്കലും അവർ ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ മറ്റേ ഹെഡ്ലൈൻ വായിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എക്സൈറ്റഡ് ആകുമ്പോൾ ആ റിട്ടപ്പീലിൻ്റെ കോപ്പി ഒന്ന് വായിച്ചു നോക്കണം, നല്ലതായിരിക്കും അല്ലേ? ആ റിപ്പോർട്ട് ഒരിക്കലും വരുത്തരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെയാണ് നമ്മൾ പറഞ്ഞത് ഞങ്ങളുടെ റൈറ്റ് ടു പ്രൈവസി അഫക്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളിതിൽ നോക്കൂ. എന്നിട്ട് നിങ്ങൾ അവരെ വിളിച്ചിട്ട് ചോദിക്കൂ. 268 പറയുന്ന പാരഗ്രാഫിൽ പറയുന്ന നടീനെ വിളിച്ചിട്ട് നിങ്ങൾ ചോദിക്കൂ എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന്. ഇത്ര ദിവസമായിട്ട് അവരൊന്നും കണ്ടിട്ടില്ലേ? അവരെ വിളിച്ച് ചോദിച്ചിട്ട് എക്സൈറ്റഡ് ആവൂ. അല്ല, അവരെ വിളിച്ച് ചോദിച്ചിട്ട് എക്സൈറ്റഡ് ആവൂന്ന് ഞാൻ പറഞ്ഞു. അവരെ വിളിച്ച് ചോദിച്ചിട്ട് എക്സൈറ്റഡ് ആവൂ. ഇനി ഒരു ഉദാഹരണം കൂടി പറയാം. രഞ്ജിത്ത് മാരാർക്ക് മുന്നിൽ WCCയിൽ ഒരു അംഗത്തിന്റെ പേര് മാത്രം വളരെ ഇതിൽ പറയാനായിട്ട് പോലും. സ്മൃതി ഒരു മിനിറ്റ്. സ്മൃതി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വിളിക്കാതിരിക്കാതിരിക്കുന്നല്ല. ഒരു ഉദാഹരണം കൂടി പറയാം. ഇപ്പോൾ ഒരു പുതിയ സിനിമ ഇറങ്ങുന്നുണ്ട് ഇല്ലേ, 23rd ഒരു സിനിമ ഇറങ്ങുന്നു. ഞാൻ പേരൊന്നും പറയാൻ തയ്യാറല്ല. അതിലൊരു ആക്ട്രസ് ഷീ സഫേർഡ് എ ഹ്യൂജ് ആക്സിഡൻറ്റ്. അവർക്ക് എണീറ്റ് നിൽക്കാൻ പറ്റുന്നില്ല. ഷീസ് ഫയൽഡ് നോട്ടീസ് അയച്ചിട്ടിരിക്കുകയാണ്. കോമ്പൻസേഷൻ നോട്ടീസ് അയച്ചിട്ടിരിക്കുക. ഈ പറയുന്ന നടി പ്രോബബ്ലി ദാറ്റ് സെയിം പേഴ്സൺ അവരുടെ അഡ്രസ്സ് പോലും ഇല്ല. ഏതാ ഈ പറയുന്ന പ്രൊഡക്ഷൻ കമ്പനിയുടെ അഡ്രസ്സ് പോലും ഇല്ല. ഷീസ് നോട്ട് ഈവൻ റിസീവിങ് എൻ നോട്ടീസ്. അങ്ങനത്തെ ആൾക്കാരാണ് ഈ സിനിമയുടെ അകത്തുള്ളത്. അത് നമുക്ക് ക്യൂർ വരണം. എൻ്റർടൈൻമെൻറ്റ് ട്രിബ്യൂണൽ വരട്ടെ, അപ്പോൾ ക്യൂർ വരും. ഇതാണ് ചെയ്യേണ്ടത്. WCC ആയിട്ടുള്ള ഞങ്ങളുടെ ഇഷ്യൂ ഇത് മാത്രമാണ്. They should not have permitted ഈ സാധനം വരുമ്പോൾ they should have protected. they should make sure that our rights are also protected. അത് വരാനുള്ള ഒരു സാധനത്തിൽ എവിടെയോ ഒരു കോൺഫ്ലിക്റ്റ് വരുമ്പോഴാണ് നമുക്ക് അതിൽ നിന്ന്
താൽക്കാലികമായിട്ടെങ്കിലും വ്യതിയാനം, ശരി, നടത്തത്തിന് വ്യതിയാനം വേണ്ടി വന്നത്. അതുകൊണ്ടിട്ടാണ് ഞങ്ങൾ കോടതിയിലേക്ക് മൂവ് ചെയ്തത്. ഞാൻ റോഷിപ്പാൽ പറയുന്നില്ല, ഈ മുകുൾവാക്കിയുടെ കാര്യം പറഞ്ഞ പോലെയാണ് റോഷിപ്പാലിന്റെ കാര്യങ്ങൾ. ഞങ്ങൾക്ക് മുന്നിലില്ല എന്നാണ് തൽക്കാലം നമ്മൾ സംസാരിക്കാനുള്ളത് സംസാരിച്ചു കഴിഞ്ഞു. ഇതിൽ കൂടുതൽ എനിക്ക് ഇതിനെ കുറിച്ചൊന്നും പറയാനുമില്ല. ഇതിൽ തൽക്കാലം ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. കൂടുതൽ എനിക്കൊന്നും പറയാനുമില്ല. എന്റെ സമയം കഴിഞ്ഞിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. ചർച്ചയിൽ ഇപ്പോൾ ശ്രീ ആഷിഖ് കപൂർ സംവിധായകനും ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ആഷിഖ് കപൂർ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമാ മേഖലയിലെ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഒരു പവർ ലോബി അവിടെ പ്രവർത്തിക്കുന്നു, 15 അംഗ പവർ ലോബി. അതിൽ സംവിധായകർ, പ്രധാനപ്പെട്ട താരങ്ങൾ, നിർമ്മാതാക്കൾ, ഇവരാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ് പലതും നിയന്ത്രിക്കുന്നത് എന്നുള്ളതടക്കം ഈ ഹേമ കമ്മിറ്റിയിൽ നിന്ന് പുറത്തു വന്ന വിവരങ്ങൾ, അതിനോട് യോജിക്കുന്നുണ്ടോ സിനിമാ മേഖലയിലെ സംവിധായകനായ ആഷിഖ് കപൂർ? തീർച്ചയായിട്ടും ഇത് അന്തരീക്ഷത്തിൽ നിന്നുണ്ടാകുന്ന റിപ്പോർട്ടല്ലല്ലോ. ഇതൊക്കെ ഓരോ വ്യക്തികളും സ്വന്തം അനുഭവങ്ങൾ വിശ്വാസമുള്ള 3 ആളുകളുടെ മുമ്പിൽ പറയുകയും അത് വിശ്വാസ്യതയുള്ള ഒരു സർക്കാർ ഏൽപ്പിച്ച കമ്മിറ്റിയുടെ മുമ്പിൽ പറയുകയും ചെയ്താൽ ഇതിനെ വിശ്വസിക്കാതിരിക്കേണ്ട കാര്യമില്ല. സാമാന്യ ബുദ്ധി ഉപയോഗിച്ചാൽ ഇത് വിശ്വസിച്ചേ പറ്റും. ഇത് പൊതുവിൽ ഈ സിനിമ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ അത്ഭുതങ്ങളുടെ ആകാശം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഇമേജ് ഉണ്ട്. ഇതൊരു റോക്കറ്റ് സയൻസ് ആണ്, ഇത് പ്രത്യേകതരം ആളുകൾക്ക് മാത്രം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്, ഇവിടെ സ്ത്രീകൾക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. അത്തരം മുൻവിധികളോടുകൂടി ഇപ്പോൾ മുതലാളി എന്ന് പ്രൊഡ്യൂസർ വിളിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നാണ് സിനിമയുടെ ചരിത്രം തുടങ്ങുന്നത്. മുതലാളിമാരായിരുന്നു എല്ലാം. അപ്പോൾ ആ കാലത്തുനിന്ന് മാറി അതിൻ്റെ ഫ്യൂഡൽ സ്വഭാവത്തിലൊക്കെ ചെറിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയ ഒരു കാലഘട്ടത്തിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത്. അപ്പോൾ ഇത് വലിയ രീതിയിലുള്ള ഒരു അവസരമായിട്ടാണ് ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിലും തന്നെ സർക്കാർ ഈ സെൻസർ ബോർഡിൽ ഇരുന്ന് ഇത് കട്ട് ചെയ്യാനല്ലാതെ വേറൊരു തരത്തിലുള്ള ഉത്തരവാദിത്വവും ഒരു സ്റ്റേറ്റിലും നിർവഹിക്കുന്നില്ല. ഇതൊരു ഇൻഡസ്ട്രി ആണെന്ന് കണക്കാക്കിയിട്ടില്ല. സാംസ്കാരിക വകുപ്പിന്റെ കീഴിൽ ഒരു ചെറിയ സംഗതി മാത്രമാണ് സിനിമ. ഇതിനൊരു വകുപ്പില്ല, ഇതിനൊരു പോളിസി ഇല്ല. 1984 എന്തോ ഒരു ആക്ട് ആണെന്നുള്ളതാണ് എൻ്റെ അറിവ്. തെറ്റാണെങ്കിൽ തിരുത്താം. അത്തരം ഒരു നിയമനിർമ്മാണം നടത്താൻ ഒരു സർക്കാരുകൾക്കും ഇന്ത്യയിൽ സാധിച്ചിട്ടില്ല. ഇതിനെ ഒരു ഇൻഡസ്ട്രി ആയിട്ട് ആളുകൾ കാണുന്നില്ല. കണ്ണിൽ ഇങ്ങനെ താരങ്ങൾ മിന്നുന്ന പോലെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ സിനിമാ താരങ്ങളെ കാണുമ്പോൾ കണ്ണ് മഞ്ഞളിച്ച് നിൽക്കുന്നതാണ് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് സിനിമയുടെ ഒരു പവറാണ്. അത് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സിനിമയ്ക്ക് അത്ര അധികം സ്വാധീനം ഒരു വ്യക്തിയിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു മീഡിയമാണ്. ഒരു ഇടതുപക്ഷ സർക്കാർ എന്നുള്ള നിലയ്ക്ക് ഇതൊരു തൊഴിൽ രംഗമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, ഇവിടെ പ്രശ്നങ്ങളുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ സർക്കാർ ഇത്ര ഗൗരവത്തിൽ ഈ സംഗതി എടുത്തത്. ഇതിൻ്റെയൊക്കെ മാറ്റങ്ങളുടെ തുടക്കം ഞാൻ വ്യക്തിപരമായി മനസ്സിലാക്കുന്നത് ഇവിടെ നടിയെ ആക്രമിക്കപ്പെട്ട സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ നടന്ന ദിലീപിനെ അറസ്റ്റ് ചെയ്തതാണ്. അത് വലിയൊരു ആഷിഖ് കപൂർ പറഞ്ഞോളൂ. ഇതിനിടയ്ക്ക് മഞ്ജു വാര്യരുടെ പ്രതികരണത്തിലേക്ക് ഒന്ന് പോകുന്നതുകൊണ്ടാണ്. ഒരൊറ്റ മിനിറ്റ്. ശ്രീ ആഷിഖ് കപൂർ ഒന്ന് ഹോൾഡ് ചെയ്യണേ. നടി മഞ്ജു വാര്യരുടെ പ്രതികരണം ആരായുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ എന്താണ് നിലപാട്? എല്ലാം മാധ്യമങ്ങളുടെ തിക്കും തിരക്കുമാണ്. മഞ്ജു പ്രതികരിക്കുമോ എന്നാണ് അറിയേണ്ടത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ സ്ഫോടനാത്മകമായ വിവരങ്ങളിൽ മഞ്ജു വാര്യരുടെ പ്രതികരണം എന്ത് എന്നറിയാൻ മാധ്യമങ്ങൾ. പെട്ടെന്ന്
വാര്യരുടെ പ്രതികരണത്തിന് കാത്തിരിക്കുകയായിരുന്നു മാധ്യമങ്ങൾ. പക്ഷേ പ്രതികരിക്കാതെ മഞ്ജു വാര്യർ പോയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. സംവിധായകൻ അനുരാഗ് കശ്യപിനൊപ്പമാണ് മഞ്ജു വാര്യർ ഉള്ളത്. ഒരുപക്ഷെ പ്രതികരിക്കാനാണ് അവിടെ നിൽക്കുന്നതെന്ന് തോന്നുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ മഞ്ജു വാര്യരുടെ നിലപാട് എന്ത്? നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഒരു അന്വേഷണത്തിലേക്ക് പോലും തിരിച്ചുവിടുന്ന പ്രതികരണം, അതിശക്തമായ പ്രതികരണം ആദ്യം നടത്തിയത് മഞ്ജു ആയിരുന്നു. നമ്മൾ രണ്ട് മഞ്ജു വാര്യർ പ്രതികരിക്കാതെ അവിടെ നിന്നും പോയിരിക്കുന്നു എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ, സ്ഫോടനാത്മകമായ റിപ്പോർട്ടിൽ മഞ്ജുവിനൊന്നും പറയാനില്ലേ? പറയാനുണ്ടെന്ന് മാധ്യമങ്ങൾ കരുതി കാത്തിരുന്നു. പ്രതികരിക്കാതെ പോയിരിക്കുന്നു. കൂടുതൽ അതിഥികൾ ചർച്ചയിലേക്ക് വരികയാണ്. WCCയിൽ നിന്നും ദീദി ദാമോദരൻ, സംവിധായകൻ പ്രകാശ് ബാരെ, ദീപ അനിൽ എന്നിവരാണിപ്പോൾ നിലവിൽ ചർച്ചയിലുള്ളത്. ഒന്നുകൂടി ആഷിക പൂനെ ടെലിഫോൺ ലൈനിൽ വിളിച്ചു തരണം, അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ആദ്യം ദീദിയിലേക്ക് പോകുന്നു. ദീദി, അഭിനന്ദനങ്ങൾ. WCCയുടെ വരവ്, WCC എങ്ങനെയാണ് ഈ വിഷയത്തിൽ ഇടപെട്ടത്, എങ്ങനെ സ്ത്രീകൾക്ക് ഒരു പറയാനൊരിടമുണ്ടായി എന്നൊക്കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തുടക്കത്തിൽ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പല ഖണ്ഡികകളിലായി WCCയുടെ പ്രവർത്തനത്തെ അഭിനന്ദിക്കുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. നിലവിലിപ്പോൾ ഇതാ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. എന്താണ് അതിനകത്ത് നടക്കുന്നത് എന്ന് പുറം ലോകം അറിഞ്ഞിരിക്കുന്നു. ഇനി എന്താണ് അടുത്ത നടപടി? അതിനെപ്പറ്റി അന്വേഷിക്കാനും ചർച്ച ചെയ്യാനും ഒക്കെ ഒരു കോൺക്ലേവ് കൂടാൻ പോകുന്നു എന്ന് പറഞ്ഞു. എനിക്കിപ്പോ തന്നെ ആ കോൺക്ലേവിൽ പങ്കെടുക്കാൻ പോകുന്നതിന്റെ ഇന്നറിയിൽ ആരാന്ന് എനിക്കിപ്പോഴേ അറിയാം. അവിടെ ആ മുൻനിരയില് കസേരകളിൽ ഇരിക്കാൻ പോകുന്നത് ആരാണെന്ന് എനിക്കറിയാം. ഈ ഫൈൻഡിങ്സിനെ ബേസ് ചെയ്തുകൊണ്ട് വരാൻ പോകുന്ന പോളിസിയിൽ ആരാണ് പ്രധാനപ്പെട്ട അഭിപ്രായം പറയാൻ പോകുന്നത് എന്നറിയാം. നിങ്ങളിപ്പോ കുറെ ആൾക്കാർ ക്യാമറ കൊണ്ട് മഞ്ജു വാര്യർക്ക് പിന്നാലെ പോയതുപോലെ ഇവിടെ ഒരുപാട് മറ്റേ കമ്മിറ്റി സംഘടനകൾ ഉണ്ടല്ലോ, ട്രേഡ് യൂണിയൻ നേതാക്കളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇവരോടൊക്കെ ഇതേപോലെ ചോദിക്കണ്ട. അവരും മൊഴി കൊടുത്തിട്ടുണ്ടല്ലോ, അവരൊക്കെ ആൻസറബിൾ അല്ലേ? ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടതാണ്. പക്ഷെ നമ്മൾ കാണാൻ പോകുന്നത് ഈ കോൺക്ലേവ് തീരുമാനിക്കപ്പെടുന്നതും അതിനെ പറ്റി ഇതിന്റെ മുന്നോട്ട് വെച്ച റെക്കമെൻഡേഷനെ ബേസ് ചെയ്തുകൊണ്ട് സ്വന്തം താല്പര്യങ്ങൾ ഒരു വിധത്തിലും ഹനിക്കാത്ത രീതിയിലുള്ള ഒരു നിയമാവലി നമുക്കിനി അധികം താമസിയാതെ കാണാം. കോൺക്ലേവ് സ്മൃതി ആലോചിച്ചാൽ അറിയാം അത് ആരാണ്. പവർ ലോബിയെ വിളിച്ചുകൊണ്ടൊരു കോൺക്ലേവ് അല്ലേ? അത്രേ ഉള്ളൂ. പക്ഷേ ഇതിൽ സന്തോഷമുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മള് വലിയൊരു അച്ചീവ്മെന്റ് എന്നൊന്നും പറയാൻ തന്നെ പാടുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം നാട്ടിലെ നിയമം സിനിമയ്ക്കും ബാധകമാണ് എന്ന് മാത്രമേ WCC പറയാൻ ശ്രമിച്ചിട്ടുള്ളൂ. ഇതിന്റെ മെസ്സേജും അത്രേ ഉള്ളൂ. ഇവര് അബൌട്ട് ദി ലോ ഒന്നും അല്ല ആരും. ഇവരൊക്കെ ഇരുന്ന് വർത്തമാനം പറയുന്നത് കേൾക്കുമ്പോൾ തോന്നും ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ പ്രശ്നങ്ങൾ തീരുമാനിക്കാൻ, ഞങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ പുറത്തേക്ക് പുറത്തെ ആൾക്കാരോട് ചർച്ച ചെയ്യാൻ വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ എന്തോ ഇവർക്കൊക്കെ പൂർവികർ തീരെഴുതി കൊടുത്തതുപോലെയാണ്. ഈ സിനിമ എന്ന് പറയുന്നത് ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമാണ്.
അതിൽ കഴിവുള്ളവരൊക്കെ അവരെ കൊണ്ട് പറ്റുന്ന സിനിമകൾ, അവരുടെ രീതിയിലുള്ള സിനിമകളൊക്കെ എടുത്തുകൊണ്ട് വരും. അതിൽ സ്ത്രീകൾ അവിടേക്ക് വരണം എന്നുണ്ടെങ്കിൽ വേറെ കുറെ കാര്യങ്ങൾ കൂടെ അതിൻ്റെ കൂടെ അനുഭവിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇൻഡസ്ട്രിയിലുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും വർക്ക് ചെയ്യുന്നതിൽ ആണുങ്ങളോളം തന്നെയോ അല്ലെങ്കിൽ അതിൻ്റെ മേലെയോ ടാലന്റഡ് ആയതും പല നിലയ്ക്കും അവരെക്കാളും കഴിവുള്ളവരും ഒക്കെ ആയ സ്ത്രീകൾ വേറെ കുറച്ച് കോംപ്രമൈസസ് ചെയ്യേണ്ടതുണ്ട് എന്നും മറ്റൊരു തൊഴിലിടം പോലെ അല്ല സിനിമ എന്നും ഒക്കെ നമ്മൾ സമർത്ഥിക്കാൻ ശ്രമിച്ചാൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. ഇത് ഇവിടുത്തെ നിയമങ്ങൾ സിനിമയ്ക്കകത്തും ബാധകമാണ്. ഇതിന്റെ അപ്പുറത്തൊന്നും ഇതിനകത്തില്ല. ഇനി പുതിയതായിട്ട് ഇനിയും എന്തൊക്കെ നിയമങ്ങൾ ഉണ്ടാക്കണം എന്ന് ചോദിച്ചാൽ അതുപോലും ആവശ്യമില്ല. കാരണം എങ്ങനെയാണ് ഒരു വർക്ക് പ്ലേസിൽ പിന്നെ ഇവർ പറയുന്നുണ്ട് പരാതി കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. IC എന്ന് പറയുന്നത് പരാതി വന്നാൽ പരിഹരിക്കേണ്ട ഒരു സ്ഥലമാണ്. നമ്മൾ പറയുന്നത് പോഷ് ആക്ട് ഇംപ്ലിമെന്റ് വിച്ച് മീൻസ് പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹാരസ്മെന്റ് പറയുന്നുണ്ടായിരുന്നു. അതിനെന്ത് മെഷറാണ് ഓരോ സിനിമയ്ക്കകത്തും നടക്കുന്നത്? പിന്നെ അവർ പറയുന്ന ആൾക്കാരെ ഞാൻ പല ചർച്ചകളിലും കേട്ടിട്ടുള്ളതാണ്. അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിന് തുല്യവേതനം പറ്റില്ല എന്നാരെങ്കിലും പറഞ്ഞോ? അത് വളരെ കൃത്യമായിട്ട് രണ്ടും ഒരേപോലെയുള്ള ആർട്ടിസ്റ്റുകൾ ഒരേപോലെ ജോലി ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഇവര് പറയുന്ന മാർക്കറ്റബിലിറ്റി അതൊക്കെ മാറ്റി നിർത്തിയിട്ട് ഒരേപോലെ മറ്റ് പാരാമീറ്റേഴ്സ് ഒക്കെ ഒന്നാണെങ്കിൽ അപ്പോഴും സ്ത്രീ ആയതിന്റെ പേരിൽ അവർക്ക് റെമ്യൂണറേഷൻ കൊടുക്കേണ്ടതില്ല. അതുപോലെ അതിലൊരു സുതാര്യതയില്ല. അവർക്ക് എത്ര പേയിലാണ് ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്നത് എന്നും എന്താണ് എൻ്റെ വർക്കിംഗ് കണ്ടീഷൻസ് എന്നും ഒന്നും അറിയേണ്ടതില്ല. അതിലൊരു ട്രാൻസ്പെറൻസിയും വേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ മാറണ്ടേ? ഇതിന് ഈ താരങ്ങളുടെ കാര്യത്തിൽ ഈ വേതന വിവേചനത്തിന്റെ കാര്യത്തിൽ ഈ കമ്മിറ്റിയിൽ തന്നെ വിരുദ്ധാഭിപ്രായം ഒരാൾക്കുണ്ടായി എന്ന വിവരമടക്കം പുറത്തു വരുന്നുണ്ട്. അതിനപ്പുറം ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ദിവസവേതനമാണല്ലോ, ആ ദിവസവേതനത്തിൽ തന്നെ ഇടനിലക്കാർ പ്രവർത്തിക്കുകയാണ്. എത്ര തുച്ഛമായ തുകയാണ് അവർക്ക് അവസാനം കയ്യിലേക്ക് എത്തുന്നത് എന്നടക്കമുള്ള വിവരങ്ങളാണ് ഈ റിപ്പോർട്ടിലുള്ളത്. ദീദി, കൃത്യമായിട്ട് റെമ്യൂണറേഷൻ ആവശ്യപ്പെടുക എന്ന് പറയുന്നത് തന്നെ മഹാപരാധമാണ്. അതുകൊണ്ടാണ് ഇതിന് ഒരു മറ്റേത് ഇൻഡസ്ട്രിയും പോലെ അവർക്ക് ആദ്യം തന്നെ എങ്ങനെയാണ് കണ്ടീഷൻസ് എന്തൊക്കെയാണ് എന്ന് അതിൽ ഓക്കെ ആണെങ്കിലാണല്ലോ ഒരാൾ അതിൽ ഒപ്പിടുകയും ആ ജോലിയിൽ പ്രവേശിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നത്. അതെങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ, അത് സ്പെഷ്യലി സ്ത്രീകളുടെ കാര്യത്തിൽ ഇതൊന്നും അല്ലാത്ത കുറെ വസ്തുതകളും കൂടെയുണ്ട്. പിന്നെ ഇതിലെ ടേംസ് ഓഫ് റെഫറൻസ് നമ്മൾ മെൻഷൻ ചെയ്യുന്നേ ഇല്ല സ്മൃതി, അത് പറഞ്ഞേ പറ്റുള്ളൂ. കാരണം എല്ലാം ഒരു സെക്ഷൽ ഹാരസ്മെന്റിലേക്ക് ഈ 6 പോയിന്റേഴ്സിൽ ഒന്നാണ് സെക്യൂരിറ്റി ഓഫ് വിമൻ ഇൻ ദ വർക്ക് പ്ലേസ്. അത് വളരെ പ്രധാനമാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ നമ്മൾ പറയാതെ പോകുന്നത് എന്താണ് ഈ സിനിമയുടെ കണ്ടന്റ്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മിറർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണോ സിനിമയുടെ എൻവയൺമെന്റിൽ ഒരു വർക്ക് പ്ലേസിൽ എന്താണോ നടക്കുന്നത് അത് തന്നെയാണ് ഇതിവൃത്തമായിട്ട് നമ്മൾ കാണുന്നത്. ഇതിന്റെ തീമില് സ്ത്രീകളെ ഇതുപോലെ അധിക്ഷേപിക്കുന്ന ഏറ്റവും അവസാനം ഇറങ്ങിയ ഒരു സിനിമയിൽ പോലും ഈ പൊതു പ്രവർത്തകയായിട്ടുള്ള സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അത് പ്രത്യേക കളർ കൊടുത്തുകൊണ്ട് വീണ്ടും വീണ്ടും അത് തന്നെ ആവർത്തിക്കാൻ എങ്ങനെയാ ധൈര്യം വരുന്നത്? സെൻസറിങ്ങിന് ഞാൻ പേഴ്സണലി എതിരാണ്. പക്ഷെ ഇവരെല്ലാം സെൻസർ ചെയ്യാറുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഇത്രയും സ്ത്രീവിരുദ്ധം എന്ന് പോലും പറയാൻ പറ്റില്ല, മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് എൻഡോസ് ചെയ്യപ്പെട്ടു പോകുന്നത്? എങ്ങനെയാണ് അത് ഓക്കെ ആവുന്നത്? അത്തരം സിനിമകൾ എങ്ങനെയാണ് ഇറക്കാൻ നമ്മൾ സമ്മതിക്കുന്നത്? നമ്മൾ വളരെ ചെറിയ കാര്യത്തിലൊക്കെ വളരെ സെൻസിറ്റീവ് ആണ്. ജാതിയുടെ പേരിൽ ആ ഒരു കമ്മ്യൂണിറ്റീനെ നമ്മൾ പരാമർശിക്കാൻ പാടില്ല. പക്ഷെ ഹ്യൂമാനിറ്റീന്റെ പാതിയാണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. അവരെ ഏതു വിധവും ഇൻസൾട്ട് ചെയ്യാമെന്നാണ്. അത് എന്ന് മാത്രമല്ല, അവരെന്തെങ്കിലും അവരെ പരാതി എവിടെ എന്ന് ചോദിക്കും. വിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് വനിതാ കമ്മീഷൻ അധ്യക്ഷൻ നമ്മുടെ ചർച്ചയിൽ തുടക്കത്തിലുണ്ടായിരുന്നു. വനിതാ കമ്മീഷൻ പറയുന്നത് ഇതിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഏതൊരു തൊഴിലിടം പോലെയാണല്ലോ. അപ്പോൾ തൊഴിലിടത്തിലെ ലൈംഗികാതിക്രമത്തിന് ഏത് രൂപത്തിലാണ് കേസെടുക്കേണ്ടത് എന്നുള്ള നമ്മുടെ മുന്നിൽ ഒരു നിയമ സംവിധാനമുണ്ട്. ആ നിയമ സംവിധാനം ബാധകമാകാത്ത ഒരു മേഖലയായി സിനിമാ മേഖല നിൽക്കുമ്പോൾ അങ്ങനെയെങ്കിൽ പോലീസിൽ പരാതിപ്പെടട്ടെ. ഈ ഖേമ കമ്മിറ്റിക്ക് മുമ്പാകെ പേടിച്ച് മൊഴി നൽകിയവർ ഇനി പോലീസിലേക്ക് വരട്ടെ എന്നാണ്. അപ്പോൾ എല്ലാ സഹായം ചെയ്യാമെന്നാണ് വനിതാ കമ്മീഷൻ പറയുന്നത്. ഇത് ഇവർ എന്തിനാണ് ഈ കമ്മിറ്റി രൂപീകരിച്ചതിൻ്റെ സാങ്കത്യം പോലും മനസ്സിലാക്കാത്ത രീതിയിലുള്ള ഒരു പ്രതികരണം വരികയാണ്. അത് ഇതിന്റെ പരിഹാരമൊന്നും അല്ല. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പല സ്ത്രീകളെയും കൊണ്ട് പോയിട്ടുണ്ട്. 6% താഴെയാണ് അവിടെ വനിതാ പോലീസ് ഉള്ളത്.
ആരെ അറ്റൻഡ് ചെയ്യും? ഈ സ്ത്രീകളുടെ, സിനിമയിലുള്ള സ്ത്രീകൾ മുഴുവൻ ഇവിടുത്തെ പരാതിയും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയാൽ എത്ര ശതമാനം ഉണ്ട്? സ്ത്രീകൾ അവിടെ അറ്റൻഡ് ചെയ്യാൻ മാത്രമുള്ള നമ്പർ പോലും ഇല്ലല്ലോ വനിതാ പോലീസ്. 6 എന്നുള്ളത് ഇപ്പൊ കുറച്ച് ഭേദഗതി വരുത്തിയ 9 മറ്റോ ആക്കിയിട്ടുണ്ട്. അത്ര ശതമാനം സ്ത്രീകൾ മതിയോ പോലീസിൽ? അവിടേക്കാണോ പരാതിയുമായിട്ട് ഈ സ്ത്രീകളൊക്കെ പോകേണ്ടത്? പിന്നെ ഇപ്പൊ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അത് ഒട്ടും വുമൺ ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ചെയർ ചെയ്യുന്ന തന്നെ ഒരു ആണാണ്. അതിന്റെ പാതി സ്ത്രീകളില്ല, വളരെ ചെറിയ പെർസെന്റേജ് ആണ് സ്ത്രീകൾ. ഇത്തരം നെയിംസേക്ക് പോലും പല സ്ഥലത്തും ഇല്ല. IC എന്നുള്ളത് വേട്ടക്കാർക്ക് വിവരം കൊടുക്കാനുള്ള ഒരു സംവിധാനമായി പലയിടത്തും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് വന്നിരിക്കുന്ന ഒരു പ്രധാന പരാതി. ഞാൻ ദീദി വരാം. ഇപ്പോൾ സംവിധായകൻ ആഷിഖ് അബുവും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നേരത്തെ മഞ്ജു വാര്യരെ കണ്ടത്. അപ്പോൾ മാധ്യമങ്ങൾ അങ്ങോട്ട് പോവുകയായിരുന്നു. ആഷിഖ് അബു, ഇപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ ഈ ഇടത് സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിരിക്കുന്ന വിപ്ലവകരമായ ഒരു തീരുമാനമാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. WCC രൂപീകരിക്കപ്പെടുന്നത് എങ്ങനെയാണെന്നുള്ളതും താങ്കൾക്കറിയാമല്ലോ. ഏത് സാഹചര്യത്തിലാണ് അത് രൂപീകരിക്കപ്പെട്ടത്? അങ്ങനെ അവർ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു കമ്മീഷനല്ല, ഒരു കമ്മിറ്റി വരുന്നത്. ആ കമ്മിറ്റി റിപ്പോർട്ട് നൽകിയിട്ട് ഇപ്പോൾ 4.5 വർഷമാകുന്നു. ആ റിപ്പോർട്ടിന്മേൽ അടയിരിക്കുകയായിരുന്നു. ഈ 4.5 വർഷം ഒന്നും ചെയ്യാതെ ഇപ്പോൾ റിപ്പോർട്ട് പുറത്തുവിടേണ്ട സാഹചര്യത്തിലേക്ക് സമ്മർദ്ദമുണ്ടായിരിക്കുകയാണ്. ആ സമ്മർദ്ദം അതിശക്തമായ സമ്മർദ്ദമായിരുന്നു. കോടതിയിൽ നിന്ന് തന്നെ എല്ലാ ബുദ്ധിമുട്ടുകളും അവസാനിച്ച് കോടതി തന്നെ ആ റിപ്പോർട്ട് പുറത്തുവിടണം എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലാണ് സർക്കാർ അതിപ്പോൾ പുറത്തുവിടേണ്ടി വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്താണ് പരിഹാരം? മന്ത്രി ആവർത്തിച്ച് പറയുന്നത് ഒരു കോൺക്ലേവ് നടത്തുമെന്നുള്ളതാണ്. ആരെ വിളിച്ചാണ് കോൺക്ലേവ് നടത്താനിരിക്കുന്നത് ശ്രീ ആഷിഖ് അബു? ഒന്നാമത്തെ കാര്യം, ഈ ഇടത് സർക്കാർ തന്നെ നിയോഗിച്ച ഒരു കമ്മിറ്റി കൊടുത്ത റിപ്പോർട്ട് ഇത്രയും കാലം നിശബ്ദമായി അത് വെച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് തന്നെ ഈ സർക്കാരിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പൊതുജനങ്ങൾക്കിടയിൽ ഇവരുടെ ഉദ്ദേശശുദ്ധിയെ പറ്റി വലിയ സംശയങ്ങൾ ഉണ്ടാക്കാൻ അതെന്തുകൊണ്ടാണ്? അത് ഈ സാംസ്കാരിക വകുപ്പ് മന്ത്രി തന്നെ ഇത്ര ലാഘവത്തോടു കൂടി എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളെ കാണുന്നുള്ളതെന്ന് വളരെ അതിശയത്തോടു കൂടിയാണ് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇത് ഗൗരവതരമായ, ഇത് ഞാൻ WCCയോട് വളരെ നന്ദി പറയുന്നു. കാരണം ഞങ്ങൾ ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം ഞങ്ങളിത് പറയുന്നുണ്ട്. ഞങ്ങൾ പലരും ഈ കാര്യങ്ങൾ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തെയും ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയക്കാരെയും ഞാൻ ഫേസ്ബുക്ക് വഴിയൊക്കെ ഇത് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ WCC ആണ് അതിൽ കൂടുതൽ എഫേർട്ട് എടുത്തൊരു സംഘമായി നിന്ന് ഇവിടെ വിവേചന പ്രശ്നമുണ്ട്, ലിംഗപരമായിട്ടുള്ള അനീതി നടക്കുന്നുണ്ട്, ചൂഷണം നടക്കുന്നുണ്ട് എന്നുള്ള വളരെ ശക്തമായൊരു സ്റ്റെപ്പ് എടുക്കുകയും സർക്കാർ അതിൽ നടപടി സ്വീകരിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായ WCC കാരണം മാത്രമാണ്. വേറെ ആര് ഇവിടെ സംസാരിച്ചിട്ടും ഇവിടുത്തെ പ്രശ്നങ്ങൾ സർക്കാർ ഇടപെട്ട്, അതായത് അത് ഇടത് സർക്കാരോ വലത് സർക്കാരോ എന്നുള്ള വ്യത്യാസമില്ലാതെ സർക്കാരിനൊരു ഉത്തരവാദിത്വമില്ലേ? ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു ഉത്തരവാദിത്വമില്ലേ? എത്രയോ കാലങ്ങളായിട്ട് ഇവിടുത്തെ ഒരു പ്രമുഖ, അതായത് ഏറ്റവും നന്നായിട്ട് സിനിമകൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു ആക്ടർ അപമാനിക്കപ്പെട്ട് ആക്രമിക്കപ്പെട്ടിട്ട്, അതല്ലേ ഇതിന്റെ ഏറ്റവും എന്താ പറയുന്നത്, ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഒരു ഫേസ് നമ്മൾ കാണിച്ചു തന്നത് കേരള സമൂഹത്തിന്, സർക്കാരുകൾക്ക്, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക്. ഇതാണ് ഇതിന്റെ സിറ്റുവേഷൻ എന്ന് മനസ്സിലായി. പക്ഷെ ഞാൻ അപ്പോഴും എനിക്ക് പോസിറ്റീവായി തോന്നിയ കാര്യം അത് ദിലീപിനെ അറസ്റ്റ് ചെയ്തതാണ്. ഇവിടെ വലിയൊരു ഷിഫ്റ്റ് ഉണ്ടാക്കാൻ ഈ സർക്കാർ ധൈര്യം കാണിച്ചതാണ് വലിയ കാര്യം. അതിന് സർക്കാരിനെ അഭിനന്ദിക്കുമ്പോൾ തന്നെ ഈ വ്യവസായത്തെ വ്യവസായമായി കാണാനുള്ള, അതായത് സാധാരണ എല്ലാ തൊഴിലിടം പോലും ഇതൊരു റോക്കറ്റ് സയൻസോ ഇതൊരു മാജിക് ഉണ്ടാക്കുന്ന സ്ഥലമല്ല. ഇത് വർക്ക് ചെയ്യുന്ന എല്ലാവരും വർക്ക് ചെയ്യുന്ന തൊഴിലിടമാണ്. ഇവിടുത്തെ ചുമട്ട് തൊഴിലാളികൾക്കും ബാക്കിയുള്ള എല്ലാ തൊഴിലാളികളെയും പോലെ തന്നെ തൊഴിലെടുക്കുന്ന ഒരു സ്ഥലമാണിത്. ഇത് ഗവൺമെന്റുകളും രാഷ്ട്രീയ പാർട്ടികളും ഇത് ഗൗരവമായിട്ട് കാണണം. ഇവിടെ തൊഴിലിടത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇവിടുത്തെ ഫ്യൂഡൽ സംവിധാനത്തിന് എന്തെങ്കിലും തരത്തിലുള്ള അറുതി വന്നത് ഈ അടുത്ത കാലത്ത് മാത്രമാണ്. വലിയ രീതിയിലുള്ള ഒരു ഫ്യൂഡൽ സംസ്കാരം ഉണ്ടായിരുന്ന സിനിമയിൽ അതെല്ലാവരും അംഗീകരിക്കുമല്ലോ. അപ്പോൾ ഇത് സർക്കാരിനും പൊതുജനങ്ങൾക്കും മീഡിയക്കും ഒക്കെ ഈ ഇത്രയും വലിയൊരു ഇൻഡസ്ട്രി, പ്രത്യേകിച്ച് മലയാള സിനിമ വലിയ രീതിയിലുള്ള നേട്ടങ്ങളുണ്ടാക്കി, ബോക്സ് ഓഫീസ് നേട്ടങ്ങളുണ്ടാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് സർക്കാർ മാത്രം ഇടപെട്ടാൽ മാത്രമേ ഇത് സംഘടനകളുടെ കയ്യിലേക്ക് ഞാൻ ഒരു സർക്കാർ എന്ന് പറയില്ല, എല്ലാ സർക്കാരുകളും സിനിമയെ മാത്രം അങ്ങ് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ തൊഴിലാളി സംഘടനകൾ വലിയ സമരങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് ഇവിടെ മാറ്റയും ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത്. സർക്കാർ അതിനകത്തുനിന്ന് ഒരു സർക്കാരുകളും ഒരു പണിയും ചെയ്തിട്ടില്ല.
ഒരു ജോലിയും ഇവിടുത്തെ സംസ്ഥാന സർക്കാരുകൾ ഒരു ഡിപ്പാർട്ട്മെന്റ് രൂപീകരിക്കുക, ഒരു സിനിമാ നയം രൂപീകരിക്കുക എന്നുള്ള എത്രയോ കാലം. എന്താണ് തടസ്സം? ഏറ്റവും കൂടുതൽ വരുമാനം നേടിത്തരുന്ന വ്യവസായം എന്ന നിലയ്ക്ക് മാറി നിൽക്കുന്നു, അവരെ പിണക്കണ്ട എന്നതാണോ? അതെ, ഇത് ആർക്കെങ്കിലും ഒക്കെ ഫ്യൂഡൽ പ്രഭുക്കൾക്ക് വിട്ടുകൊടുക്കേണ്ട, കാശുള്ളവർക്ക് മാത്രം അഴിഞ്ഞാടാനുള്ള സ്ഥലമായിട്ട് ഇവര് സിനിമ കണ്ടിരിക്കുകയാണോ? എനിക്കറിയില്ല, എനിക്കത് മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ടാണ് ഇത്ര സീരിയസ് ആയിട്ടുള്ള ഒരു സംഗതി ഇത്ര ഗൗരവത്തിലെടുക്കാത്തത്? അത് രാഷ്ട്രീയ നേതാക്കളും മന്ത്രി വരെ പറയുന്നത് അതിശയം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇന്ന് മന്ത്രി പറഞ്ഞത് കേട്ടത് ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഞെട്ടിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ എന്നാണ് സംസ്ഥാനത്തിന്റെ മന്ത്രി പറയുന്നത്. അത് വളരെയധികം ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ രീതിയിലല്ല ഒരു ഇടതുപക്ഷ സർക്കാർ ഈ കാര്യങ്ങളെ സമീപിക്കേണ്ടത്. അത് ഇത്രയും ഗൗരവമുള്ള കാര്യങ്ങൾ മറച്ചു വെച്ചതിൽ അതിൽ പ്രതിഷേധമുണ്ട് വ്യക്തിപരമായിട്ട് എനിക്ക്. ആഷിഖ് അബു, ഇതിപ്പോൾ ചില നിർദ്ദേശങ്ങളാണല്ലോ പ്രധാനമായും ഹേമ കമ്മിറ്റിയുടെ മുന്നിൽ നിന്ന് വന്നിരിക്കുന്നത്. ട്രൈബ്യൂണൽ അടക്കം നിരവധി നിർദ്ദേശങ്ങളുണ്ട്. ഇനി ഒരു വനിത പോലും, നടികൾ മാത്രമല്ല സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയും ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടരുത് എന്ന് ആഹ്വാനം ചെയ്യുന്ന പല നിർദ്ദേശങ്ങളും, ഇതൊക്കെ നടപ്പാക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? ഈ 4.5 വർഷം അടയിരുന്ന സർക്കാർ ഇനിയിപ്പോൾ എപ്പോ കോൺക്ലേവ് വിളിച്ച് ഈ കോൺക്ലേവ് ഒക്കെ എന്ത് പരിഹാസ്യമായ നടപടിയാണ്? ഇത് നടപ്പാക്കിയേ പറ്റുള്ളൂ സ്മൃതി, അത് മനസ്സിലാക്കണം. അത് കേരള സമൂഹത്തിന്റെ മുമ്പിൽ ഇത് വളരെയധികം ആധികാരികതയോടുകൂടി വെളിവാക്കപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഇത് കേരള പൊതുസമൂഹം ഇതൊക്കെ കേട്ടിട്ട് സർക്കാരിനെ സമ്മർദ്ദത്തിലാഴ്ത്തുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇതിലൊരു നടപടി ഉണ്ടാവണം. അത് മാതൃകാപരമായിരിക്കും, രാജ്യത്തിനും ലോകത്തിനും തന്നെ മാതൃകാപരമായിട്ടുള്ള ഒരു സ്ട്രീം ലൈനിങ്, ലീഗൽ സ്ട്രീം ലൈനിങ് ഈ കാര്യത്തിൽ ഉണ്ടാവണം. കാരണം ഈ വെളിപ്പെട്ട കാര്യങ്ങൾ അത് ആരാണ് എന്താണെന്ന് അറിയാതെ തന്നെ ഈ നടന്ന കാര്യങ്ങൾ വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. അപ്പൊ ആ രീതിയിൽ കേരള പൊതുസമൂഹം ഇത് കൈകാര്യം ചെയ്യുന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല. കേരള സർക്കാരും ഈ കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുള്ള സർക്കാരും തന്നെ അവരുടെ തെറ്റിദ്ധാരണ, എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താരങ്ങളെയും ഈ സിനിമ ഇൻഡസ്ട്രി തകരും, ഇവിടെ ആര് മരിച്ചു പോയാലും ശരി സിനിമ നിലനിൽക്കും, സിനിമയുടെ പവർ ദയവ് ഇതാരും കുറച്ച് കാണരുതെന്നാണ് എനിക്ക് ഇവരോട് പറയാനുള്ളത്. ആരില്ലെങ്കിലും സിനിമ നിലനിൽക്കും, സിനിമ മുന്നോട്ട് പോകുകയും അത്രയും പവർഫുൾ ആണ് സിനിമ. തീർച്ചയായും താരങ്ങളില്ലാതെ തകർത്തോടുന്ന സിനിമകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു സൂചന തന്നെയാണ്. അതെ, ആ മഞ്ഞളിപ്പ് അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആഷിഖ് അബു, ഒറ്റ കാര്യം കൂടി, ഇപ്പോൾ താങ്കൾ വ്യക്തിപരമായി താങ്കളുടെ സെറ്റിൽ നടത്തിയ പരിഷ്കാരങ്ങൾ, ഇങ്ങനെയൊന്ന് എന്റെ സെറ്റിൽ സംഭവിച്ചുകൂടാ എന്നതുകൊണ്ട് താങ്കൾ നടപ്പാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞാനിത് 2019 വൈറസ് എന്ന് പറയുന്ന സിനിമ ചെയ്യുമ്പോൾ ഇത്തരം ഒരു വിഷയം ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ ICC എന്ന് പറയുന്ന സാധനം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ഞങ്ങൾ ആദ്യം ചെയ്തത്. കാരണം എനിക്കിത് സർക്കാരിനോടും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളോടും ഏത് സർക്കാരുകൾ അധികാരത്തിൽ വന്നാലും നമുക്കിത് പറയാനേ പറ്റുള്ളൂ. ഇത് WCC ഇത്രയും വലിയൊരു പ്രശ്നമായി കൊണ്ടുവരികയും ഇവിടെ ഈ പറയുന്ന പോലെ ഒരു നടി ആക്രമിക്കപ്പെടുകയും ചെയ്യുന്നത് ഏറ്റവും ക്രിട്ടിക്കൽ ഒരു അവസ്ഥ വരേണ്ടി വന്നു. ഞാനിത് ഇവിടുത്തെ ഒരു ഗവൺമെന്റ് മാത്രം പറയുകയല്ല, ഇതെല്ലാ ഗവൺമെന്റുകളും ഈ സിനിമ എന്ന് പറയുന്ന സിനിമ താരങ്ങളോട് കാണിക്കുന്ന ഈ മഞ്ഞളിപ്പാണ് പ്രശ്നം. ഇത് സിനിമ എന്ന് പറയുന്നത് ആരുടെയും സ്വകാര്യ സ്വത്തൊന്നുമല്ല, അത് ജനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ജനകീയ കലയാണത്. എല്ലാ കാലത്തും മുന്നോട്ട് പോകും. ഈ ക്രൈമുകളെയൊക്കെ ഈ പറയുന്ന കാര്യങ്ങളിലൂടെ സംരക്ഷിക്കുന്നതാണ് പ്രശ്നം. ആരെയും സംരക്ഷിക്കേണ്ട കാര്യമില്ല ഇവിടെ എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. തീർച്ചയായും താങ്കൾ ഉപയോഗിച്ച വാക്ക് തന്നെയാണ് മഞ്ഞളിപ്പാണ്. ഈ താരങ്ങളെ കാണുമ്പോൾ മഞ്ഞളിപ്പാണ് സർക്കാരിലെ ചില മന്ത്രിമാർക്കും ഉള്ളത്. നടത്തിയ പ്രതികരണങ്ങൾ അതാണ് നൽകുന്ന സൂചന. ധന്യയിലേക്ക്. ധന്യ, നേരത്തെ വനിതാ കമ്മീഷൻ പറഞ്ഞ കാര്യം കേട്ടല്ലോ. അതിൽ ധന്യയ്ക്ക് പറയാനുള്ള കാര്യം പറയുന്ന ഘട്ടത്തിലാണ് സാങ്കേതിക തടസ്സമുണ്ടായത്. ഇപ്പോൾ മറ്റ് തൊഴിൽ മേഖലകളിലെല്ലാം ഈ സെക്ഷൽ ഹരാസ്മെന്റിന് കൃത്യമായ നിയമമുണ്ട്, അതിൽ ക്രിമിനൽ കേസ് എടുക്കണം എന്നടക്കമുള്ള നിയമങ്ങളുണ്ട്. ഇപ്പോൾ സർക്കാരിൻ്റെ മുന്നിൽ ഈ ഹേമ കമ്മിറ്റിയിൽ നൽകിയിരിക്കുന്ന മൊഴികൾ മാത്രമല്ല ഡോക്യുമെന്ററി തെളിവുകളുമുണ്ട്. അതും സർക്കാരിൻ്റെ മുന്നിൽ പുറത്തുവിട്ട വിവരങ്ങളല്ലല്ലോ, അതല്ലാതെ പുറത്തുവിടാത്ത രേഖകളുണ്ട്. അപ്പോൾ അതിന്മേൽ എന്ത് നടപടിയെടുക്കണമെന്നാണ് ധന്യ കരുതുന്നത്? നമുക്ക് WCC മെമ്പേഴ്സ് മാത്രമല്ല മറ്റു പലരും ഈ കമ്മിറ്റിയുടെ മുൻപിൽ സംസാരിക്കാൻ തന്നെ തയ്യാറായത് ഇത് അവർക്ക് പോലീസ് കംപ്ലൈന്റ് ആക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് കോടതിയിൽ കേസ് കൊടുക്കാതിരിക്കാൻ താല്പര്യമില്ല, എനിക്കത് അറിയില്ല. പക്ഷെ എനിക്ക് അറിയാവുന്നൊരു കാര്യം, ഇന്ന് ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ
ഗേൾസ്/വിമൻ എന്ന വാക്ക് പല പ്രാവശ്യം ഈ കമ്മിറ്റി റിപ്പോർട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതായത് വെൻ ഗേൾസ് ടോക്ക് ടു ദ കമ്മിറ്റി, അവരും സെക്ഷൽ അസോൾട്ടിനെ കുറിച്ച് സംസാരിച്ചതായി ഈ കമ്മിറ്റി ഒന്നോ രണ്ടോ പ്രാവശ്യം പറയുന്നുണ്ട്. അങ്ങനെ മൈനേഴ്സ് അല്ലെങ്കിൽ ഇപ്പൊ അഡൾട്ട്സ് ആയിരുന്നവർ മൈനേഴ്സ് ആയിരിക്കുമ്പോൾ അവർ ഇൻഡസ്ട്രിയൽ സെക്ഷൽ അസോൾട്ടോ ഹാരസ്മെന്റോ ഫേസ് ചെയ്തിരുന്നുവെങ്കിൽ അത് ജസ്റ്റിസ് ഹേമയ്ക്കും മറ്റുള്ളവർക്കും അറിയുമായിരുന്നുവെങ്കിൽ അതൊരു കോഗ്നിസബിൾ ഒഫൻസ് ആണ്. അവർ അത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ജസ്റ്റിസ് ഹേമ തന്നെയാണ് ഇതിന് ഉത്തരം പറയേണ്ടത്. അതായത് അഡൽട്സ് ആയാലും ശരി, മൈനേഴ്സ് ആയാലും ശരി, എന്താണ് വാട്ട് വാസ് ദി അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ ദം. നമ്മൾ WCCയോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അതായത് ഈ ഇൻഡസ്ട്രിയിൽ ഒരിക്കലും മാറ്റം വരില്ല എന്ന് വിചാരിച്ച സമയത്താണ് ഈ കമ്മിറ്റി രൂപീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് കേസിനും കോടതിയിലൊന്നും പോകാതെ കമ്മിറ്റിയുടെ മുമ്പിൽ കാര്യങ്ങൾ പറഞ്ഞാൽ ഈ ഇൻഡസ്ട്രിയിൽ മാറ്റം ഉണ്ടാകും എന്നവർ വിശ്വസിച്ചു എന്ന്. അതുകൊണ്ട് തന്നെയാണ് അവരും പറഞ്ഞിരിക്കുന്നത് റിഡാക്ട് ചെയ്ത് ഈ റിപ്പോർട്ട് പുറത്തു വിട്ടാൽ മതി എന്ന്. അപ്പോൾ ഈ മൈനറിന്റെ കാര്യത്തിലാണ് എനിക്കൊരു സംശയമുള്ളത്. മൈനേഴ്സ് ഈ കമ്മിറ്റിന് മുമ്പിൽ സംസാരിച്ചിരുന്നുവെങ്കിൽ കമ്മിറ്റിയുടെ ഡ്യൂട്ടി എന്തായിരുന്നു? ശരി ധന്യ, ഇപ്പോൾ ഇതിന്മേൽ എന്ത് നടപടി സർക്കാർ എടുക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ ധന്യ പ്രതീക്ഷിക്കുന്നത്? റിപ്പോർട്ട് കയ്യിൽ കിട്ടിയിട്ട് 4.5 വർഷം, ഇത് പുറത്തുവിടാൻ കോടതി ഉത്തരവിട്ടിട്ട് ഇത്രയും ദിവസം. അപ്പോൾ എങ്ങനെയെങ്കിലും പുറത്തുവിടാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ പഴുതന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു സർക്കാർ എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന തെളിവുകൾ. ഇനിയിപ്പോൾ ഇതാ കോൺക്ലേവ് വിളിക്കാൻ പോകുന്നു. ഈ പറയുന്ന ഈ പ്രത്യേക മാഫിയ എന്ന പ്രയോഗം തന്നെയാണ് ഇവർക്കെതിരെ ഉപയോഗിക്കുന്നത്. 15 പേരടങ്ങുന്ന വലിയൊരു മാഫിയ അവിടെ പ്രവർത്തിക്കുന്നു. അതിൽ സംവിധായകർ, നടന്മാർ, പ്രൊഡ്യൂസർമാരൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു 15 അംഗ സംഘം. അവർ നിയന്ത്രിക്കുകയാണ് കാര്യങ്ങളെ. അപ്പോൾ അവരെ കൂടി വിളിച്ചുകൊണ്ട് ഒരു കോൺക്ലേവ് എന്ന് പറയുമ്പോൾ എന്ത് പരിഹാരമാണ്? ഈ പീഡകരെ വിളിച്ചുകൊണ്ടുള്ള പരിഹാരം എങ്ങനെ സാധ്യമാകും? അത് സിനിമയിൽ മാത്രം ഒരു പ്രത്യേകത, അതെങ്ങനെയാണ് സംഭവിക്കുക? നോക്ക്, ഈ റിപ്പോർട്ട് പീഡനത്തെ കുറിച്ച് മാത്രമല്ലല്ലോ. ഇത് ഇൻഡസ്ട്രിയിലെ വേജ് ഡിസ്പാരിറ്റി, അങ്ങനെ പല കാര്യങ്ങളും, സേഫ്റ്റി ഇല്ലായ്മ, എല്ലാം ഉണ്ട്. മനുഷ്യ വിരുദ്ധമായ അല്ലെ മനുഷ്യാവകാശ വിരുദ്ധമായ കാര്യങ്ങളാണ് മുഴുവൻ നടക്കുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനം സെക്ഷൽ ഹരാസ്മെന്റ് തന്നെയാണ്. തീർച്ചയായും. ഞാൻ ഒരു ഔട്ട്സൈഡർ എന്ന നിലയ്ക്ക് ഞാൻ പലപ്പോഴും സർപ്രൈസിങ് ആൻഡ് ഷോക്കിംഗ് ആയിട്ട് കണ്ട കാര്യമാണ്. അതായത് ഈ ഇൻഡസ്ട്രിയിൽ സെക്ഷലി അസോൾട്ട് ചെയ്യുന്ന നമുക്ക് അറിയുന്ന ആൾക്കാർ പോലും ഇപ്പോഴും എത്രയോ സിനിമകളിൽ അഭിനയിക്കുന്നുണ്ട്, എത്രയോ സിനിമകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ ഒപ്പം തന്നെ ഈ സ്ത്രീകൾ വീണ്ടും വീണ്ടും വർക്ക് ചെയ്യണം. ഇൻഫാക്ട് ഈ കമ്മിറ്റിയിൽ തന്നെ റിഡാക്ട് ചെയ്യാത്ത ഒരു പോർഷൻ ഉണ്ട്. അതിൽ പറയുന്നത്, എനിക്ക് തോന്നുന്നു അത് പറയുന്നത്, ഒരു സ്ത്രീക്ക് ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു, പക്ഷെ എന്നാൽ പോലും ആ സെറ്റിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നു, അയാളുടെ ഒപ്പം തന്നെ ഭർത്താവെ അഭിനയിക്കേണ്ടി വന്നു എന്ന് പോലും പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് ഈ ഫിലിം ഇൻഡസ്ട്രി റിയാലിറ്റി. ഇന്ന് ഞാൻ അഞ്ജലി മേനോട് കുറച്ചു മുമ്പ് സംസാരിക്കുമ്പോൾ അഞ്ജലി പറഞ്ഞത് ഇതിന് ഒരേ ഒരു മാർഗം എന്ന് വെച്ചാൽ ഞാൻ മാറി നിൽക്കണം ഈ ഇൻഡസ്ട്രിയിൽ നിന്ന്, അല്ലെ? ഞാൻ എന്തിനു മാറി നിൽക്കണം? അതായത് ഞാനൊരു ആർട്ടിസ്റ്റ് ആണ്, എനിക്ക് ഈ ഇൻഡസ്ട്രിയിൽ എക്സിസ്റ്റ് ചെയ്യണം, അതുകൊണ്ട് ഞാൻ എക്സിസ്റ്റ് ചെയ്തേക്കും. അതിനൊരു സൊല്യൂഷൻ ആയിട്ട് ഈ കോൺക്ലേവ് വരികയാണ്. അറ്റ്ലീസ്റ്റ് ജെൻഡർ അല്ലെങ്കിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ ആദ്യമായിട്ടാണ് മലയാളം സിനിമയിൽ കൃത്യമായി ചർച്ച ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് WCC അതുകൊണ്ടായിരിക്കാം ഈ ഒരു കോൺക്ലേവിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത്. പക്ഷെ അത് ജേർണലിസ്റ്റ് എനിക്ക് തോന്നുന്നു അത് മാത്രം പോരാ, സർക്കാർ അതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും ചെയ്തിരിക്കണം. മാത്രമല്ല ഈ മൈനറുടെ കാര്യം സർക്കാർ പ്രത്യേകിച്ച് പറയേണ്ടതാണ്, എന്താണ് സർക്കാർ അതിൽ നടപടി എടുക്കാൻ പോകുന്നതെന്ന്. അത് മാത്രമല്ല, നിങ്ങൾ പറഞ്ഞതുപോലെ ഈ അസോൾട്ട് ചെയ്ത ആൾക്കാരും അസോൾട്ട് ചെയ്യപ്പെട്ട ആൾക്കാരും ഒരുമിച്ച് ഇരുന്ന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. അറ്റ്ലീസ്റ്റ് ഈ പവർ സ്ട്രക്ചറിൽ ആരാണ് മുകളിൽ എന്ന് നമുക്ക് കൃത്യമായി അറിയുമെങ്കിൽ അറ്റ്ലീസ്റ്റ് അവരെ മാറ്റി നിർത്തിക്കൊണ്ടായിരിക്കണം ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക. അങ്ങനെ സംഭവിക്കുമെന്ന് കരുതാമോ ഇതുവരെയുള്ള സാഹചര്യത്തിൽ? അതാണ് ദീദി നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. ഈ കോൺക്ലേവ് നടത്തുമ്പോൾ ഈ കോൺക്ലേവിൽ മുൻനിരയിൽ ആരൊക്കെയാണ് ഇരിക്കുക എന്ന് ഇപ്പോൾ തന്നെ കാണാൻ പറ്റുന്നു എന്നാണ് ദീദി പറഞ്ഞത്. അത് നമുക്കും നമ്മുടെ മുന്നിൽ യാഥാർത്ഥ്യം അതാണ്. സ്മൃതി, ഒരു ചോദ്യം അവിടെ നാച്ചുറലി ഉണ്ടാകുന്നത്, ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ മാറ്റിക്കൊണ്ട് എങ്ങനെയാണ് ഒരു കോൺക്ലേവ് വിളിക്കാൻ കഴിയുക? പല ആരോപണങ്ങളുണ്ട്, പല കംപ്ലൈന്റുകളുണ്ട്, ശരിയാണ്. പക്ഷെ പ്രാക്ടിക്കൽ തലത്തിൽ എല്ലാവരെയും കോൺഫിഡൻസിൽ എടുത്തുകൊണ്ട് പൊതു നയങ്ങൾ, നിലപാടുകൾ, നടപടികൾ, അതിനെ ശക്തി പകരാൻ ഒരു നിയമനിർമ്മാണം, ഇതല്ലേ പോസിബിൾ ആയുള്ളൂ. മനസ്സിലാക്കാനാകുന്നു. പക്ഷേ അല്ല ഒരു തുടക്കം എന്ന നിലയ്ക്ക് അതിനെ പ്രതീക്ഷയോടെയൊക്കെ കാണാം. പക്ഷെ ആ പ്രതീക്ഷയൊക്കെ എവിടെ വരെ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ടല്ലോ. രാഹുൽ ഈശ്വർ, ഇപ്പോൾ പുറത്തു വന്നത് 233 പേജാണല്ലോ. അതിലപ്പുറം ഈ 233 പേജിലെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ പുറത്തു വരാത്ത പേജുകളിൽ പേരുകൾ അടക്കമുള്ള വിവരങ്ങളുണ്ട് എന്നുള്ള കാര്യം അറിയാമല്ലോ. ആർക്കൊക്കെ എതിരെയാണ് വിരൽ ചൂണ്ടപ്പെടുന്നത് എന്നുള്ള കാര്യം അറിയാമല്ലോ. അപ്പോൾ സർക്കാരിന് അറിയാമത് ആരൊക്കെയാണ് ഇതിൽ ക്രിമിനൽ നടപടികളും, ക്രിമിനൽ സംഘം അവിടെ പ്രവർത്തിക്കുന്നു. ആ സംഘത്തെ വിളിച്ചിരുത്തി എന്ത് ചർച്ചയാണ്? സ്ത്രീ എന്ന് പോട്ടെ, ഒരു മനുഷ്യനായി പോലും കാണാത്ത രീതിയാണ്.
ഒന്ന് ഒരു മുതിർന്ന താരത്തെ കണ്ടാൽ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു താരത്തെ കണ്ടാൽ ഒന്ന് കസേരയിൽ നിന്ന് എണിച്ചില്ലെങ്കിൽ പോലും അയാൾ അവിടുത്തെ പുറത്താണ്. അതൊരു ലൈറ്റ് ബോയ് ആയിരിക്കാം. അത് സ്ത്രീകളുടെ മാത്രം നേരിടുന്ന വിവേചനമല്ല. അതൊരു ലൈറ്റ് ബോയ് ആയിരിക്കാം. സ്ത്രീകൾ മാത്രം നേരിടുന്ന വിവേചനമല്ല. പ്രധാനപ്പെട്ട ചില നടന്മാർ തന്നെ അവിടുത്തെ താരങ്ങൾക്കെതിരെ തുറന്ന പ്രതികരണം നടത്തിയതിന് അപ്രഖ്യാപിത വിലക്ക് നേരിട്ട അനുഭവം ഒരു നടൻ അവിടെ പോയി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എത്രയോ കഥകൾ പുറത്തു വന്ന കഥകളടക്കം നമ്മുടെ മുന്നിലുണ്ട്. അവിടെയാണ് സ്മൃതി രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഞാൻ ധന്യാജിയോട് പലപ്പോഴും വിയോജിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ ധന്യാജി ഈ വിഷയത്തിൽ പറഞ്ഞ സ്പിരിറ്റ് പൂർണ്ണമായി ഉൾക്കൊള്ളുമ്പോഴും പ്രാക്ടിക്കലായ സ്റ്റെപ്സിനും കൂടെ നമ്മൾ ചിന്തിക്കണം. ഒരു പൊതുസമൂഹ നിലയിൽ, ഗവൺമെന്റ് നിലയിൽ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. പെട്ടെന്ന് ഇതിൽ നടപ്പാക്കാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്. ഉദാഹരണം, സെറ്റുകളിലെ മദ്യത്തിന്റെ ഉപയോഗം, മയക്കുമരുന്നിന്റെ ഉപയോഗം, അതിനെതിരെ ശക്തമായ നിയന്ത്രണവും റെയ്ഡുകളും അടക്കമുള്ള പല കാര്യങ്ങളും ചെയ്യാം. വേജ് ഡിസ്പാരിറ്റി അടക്കം വളരെ കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്കുകളാണ്. എത്രമാത്രം അത് പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയും ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. രണ്ട്, ഈ പവർ സ്ട്രക്ചർ. നമ്മൾ സത്യസന്ധമായി പറയണം, സിനിമ ഒരു ക്യാപിറ്റലിസ്റ്റിക് ഇൻഡസ്ട്രിയാണ്. ഒരു ക്യാപിറ്റൽ ഇന്റൻസീവായ ഇൻവെസ്റ്റർ സെന്റിമെന്റ്സിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പൊ അതിൽ ഇടപെടാൻ സർക്കാരിന്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. അതിനർത്ഥം ഓവർസൈറ്റ് വേണ്ടെന്നല്ല. ആ റെഗുലേഷൻസിന് അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. വളരെ ക്രിയേറ്റിവിറ്റി ഉള്ള ഒരു ഫീൽഡാണ്. മോഹവലയും ബ്രാൻഡിങ് നിൽക്കുന്ന ഫീൽഡാണ്. അതായത് ഇത് ക്വാളിഫിക്കേഷനേക്കാൾ കൂടുതൽ ക്വാളിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫീൽഡാണ്. ഇതിൽ ഒരു പ്രത്യേക ഡിഗ്രി, സെക്കൻഡ് ഇയർ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വേണമെന്നുള്ള ക്വാളിഫിക്കേഷൻ അല്ലല്ലോ, ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റിക്ക് ഒരുപാട് സബ്ജക്റ്റീവുമാണ്. ഇത് വ്യക്തിനിഷ്ഠമാണ്, വസ്തുനിഷ്ഠമല്ല. അപ്പൊ ഒരുപാട് ഇങ്ങനത്തെ ലിമിറ്റേഷൻസ് ഈ മേഖലയ്ക്കുണ്ട് എന്ന തിരിച്ചറിവ് വെച്ചുകൊണ്ട് തന്നെ ഒരു ഇന്റർവെൻഷൻ, അതിലെന്താണ് ഒരു ഫിയർ ഫാക്ടർ ഉണ്ടാക്കാൻ കഴിയും, ഒരു അവയർനെസ് ഉണ്ടാക്കാൻ കഴിയും. എക്സ്പ്ലോയിറ്റേറ്റേഴ്സിന് പേടി വരണം. ഒരു സബ്മിഷനേ ഉള്ളൂ, പഴയ പരാതികളുടെ പേരിൽ പോകുകയാണെങ്കിൽ അതൊരു പരാതി പ്രളയമായി മാറും. പകരം ഫോർവേഡ് ലുക്കിംഗ് ആകണം, സൊല്യൂഷൻ സെൻട്രിക് ആകണം. പഴയ ഒരു കാര്യത്തിന്റെ പോസ്റ്റ്മോർട്ടം അല്ല, ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കലല്ല വേണ്ടത്. സിനിമയ്ക്ക് പുതിയൊരു ജാതകം എഴുതാൻ കഴിയുന്ന യുഗപ്പിറവിയായി ജസ്റ്റിസ് കമ്മിറ്റി, ഹേമ കമ്മിറ്റി മാറുമ്പോഴാണ് അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നത്. പഴയ കേസുകളുടെ പുറകെ പോയി എവിടെ വരച്ച് നിൽക്കും? ഇത് ആരെയും ഗാർഡ് ചെയ്യാൻ പറയുന്നതല്ല, എങ്ങനെ തെളിയിക്കാൻ പറ്റും? ലിമിറ്റേഷൻസ് ഉണ്ടാവില്ലേ? ഈ അഭിപ്രായം രാഹുൽ ഈശ്വർ മാത്രമല്ല, വനിതാ സംഘടന, വാട്സാപ്പ് കോളുകൾ, ഓഡിയോ, അതല്ലാത്ത മെറ്റീരിയൽ തെളിവുകൾ ഇതൊക്കെ ഉണ്ട് കേട്ടോ ഹേമ കമ്മിറ്റിയുടെ മുന്നിൽ. എത്രമാത്രം സാധുതയുണ്ട്? അതിനൊക്കെ കൗണ്ടർ ആർഗ്യുമെന്റ്സ് വരില്ലേ? സിമിലർലി ചില കേസുകൾ നമ്മൾ ഈ കഴിഞ്ഞ ഒരു വർഷത്തിൽ കണ്ടില്ലേ? ഹൈക്കോടതിയിൽ തന്നെ വന്ന ഒരു പ്രമുഖ സംവിധായകന്റെയും ഒരു പ്രമുഖ പ്രൊഡ്യൂസറിന്റെയും കേസ് വന്നില്ലേ? നിങ്ങൾ നേരെ വിളിച്ച് ഇതിനെയും കൂടെ ഇൻവോൾവ് ചെയ്യിക്കുകയാണെങ്കിൽ പല സംഘടനകളും പരിചയം എടുക്കും, അവർ ഡിഫൻസ് എടുക്കും. പകരം ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കാതെ പോസിറ്റീവായി ഫ്യൂച്ചർ ഓറിയന്റഡ് ആയി സൊല്യൂഷൻസ് വേണം. എന്തൊക്കെയാണ് സൊല്യൂഷൻസ്? ട്രൈബ്യൂണൽ അടക്കമുള്ള കാര്യങ്ങൾ പോസിബിൾ ആണോ? അല്ലെങ്കിൽ പരാതി പരിഹാര സെല്ലുകൾ പോസിബിൾ ആണോ? ഹെൽപ്പ് ലൈൻ പോലുള്ള കാര്യങ്ങൾ ഓൾറെഡി ഉണ്ട്, പലരും ഉപയോഗിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഹെൽപ്പ് ലൈൻ പോസിബിൾ ആണോ? പ്രാക്ടിക്കൽ ആൻഡ് ഫ്യൂച്ചർ ഓറിയന്റഡ് ആണോ? പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ ICC രൂപീകരിക്കണം എന്ന് ആവശ്യപ്പെടുന്നു. അപ്പോൾ അത് രൂപീകരിക്കുന്നു. ആ രൂപീകരിക്കുന്നത് എങ്ങനെയാണ്? ഈ വേട്ടക്കാർക്ക് വിവരങ്ങൾ ചോർത്തിക്കൊടുക്കാനുള്ള സംവിധാനമായി ICC മാറുകയാണ്. അതാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ രൂപീകരിച്ചോ എന്ന് ചോദിച്ചാൽ രൂപീകരിച്ചിട്ടുണ്ട്, എന്നാൽ അവിടെ പോയി മിണ്ടിക്കഴിഞ്ഞാൽ ജോലി പോകും. ഇതാണ് അവസ്ഥ. അപ്പോൾ പിന്നെ പരാതി ആർക്കും പറയാനില്ല, പരാതിയേ ഇല്ലാത്ത സംവിധാനമായി മാറും. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിയമപരമായി നടപ്പാക്കിയോ എന്ന് ചോദിച്ചാൽ നടപ്പാക്കിയെന്ന് കൂടി പറയാനുള്ള സാങ്കേതികത്വം നടപ്പാക്കാനൊക്കെ അവർക്ക് അറിയാം. ഞാനൊന്ന് പ്രകാശ് ബാരയിലേക്ക് പോകുന്നു. പ്രകാശ് ബാരെ, അല്പം മുമ്പ് ആഷിഖ് അബു ഈ ചർച്ചയിൽ പങ്കെടുത്തു. ആഷിഖ് അബു പറഞ്ഞത് സിനിമാ താരങ്ങളോടുള്ള മഞ്ഞളിപ്പാണ് സർക്കാരിന്. ആ വാക്ക് ആപ്റ്റാണെന്ന് തോന്നുന്നു. ആ മഞ്ഞളിപ്പ് എന്ന് പറയുമ്പോൾ തൊടാൻ പറ്റുമോ, തൊട്ടാൽ കുഴപ്പമല്ലേ എന്നൊരു തോന്നലിൽ തൊടുന്നില്ല. അവരെ വേദനിപ്പിക്കാതെ, അതായത് ഇരകളെയല്ല വേട്ടക്കാരെ വേദനിപ്പിക്കാതെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന ആലോചന വളരെ വിശദമായി തന്നെ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രകാശ് ബാരെ, സത്യമാണ്. ആഷിഖ് പറഞ്ഞ കാര്യങ്ങൾ ഒരുപാട്, അതിനോട് വളരെയധികം യോജിക്കുന്ന ഒരാളാണ് ഞാൻ. ഇത്രയും ചങ്കൂറ്റത്തോട് കൂടിയിട്ട്, അതായത് WCC ഈ സെക്ഷൽ ഫിസിക്കൽ അറ്റാക്ക് ഉണ്ടായതിനു ശേഷം WCCയുടെ ഫോർമേഷൻ കഴിഞ്ഞിട്ട് വളരെ ധൈര്യപൂർവ്വം ഗവൺമെൻറ് അവരുടെ കൂടെ നിൽക്കുകയും ഇതുപോലുള്ള ഒരു കമ്മീഷൻ ഏർപ്പെടുത്തുകയും ചെയ്തതിന് ശേഷം സംഭവിച്ചിരിക്കുന്ന ഈ 5 വർഷത്തെ കാലതാമസവും അതിനുശേഷം വളരെ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഈ മന്ത്രിയുടെ ചില ഔട്ട്ബേഴ്സ്റ്റും വളരെ നിരാശാജനകമാണ്. ഞാൻ പപ്പുവ ന്യൂഗിനിയയിൽ ഒരു ഷൂട്ടിൽ നിൽക്കുകയാണ്, അതുകൊണ്ട് റിപ്പോർട്ട് മുഴുവനായിട്ട് വായിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ അതിൻ്റെ ഹൈലൈറ്റ്സ് കണ്ടു. അത് തീർച്ചയായിട്ടും വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇത്രയും കാലം WCC അല്ലെങ്കിൽ ഈ ഫിസിക്കലി അറ്റാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്ന അതിജീവിത, തിലകൻ, വിനയൻ, ഇങ്ങനെ കുറേ പേരൊക്കെ പറഞ്ഞിട്ടും നമ്മുടെ പൊതുസമൂഹത്തിന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഇതിൻ്റെ ഉള്ളിൽ ഈ പുഴുക്കത്തിന്, ഈ പുഴുക്കത്തിൻ്റെ ഒരു ആഴം എത്രയാണെന്ന് ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല.
അത് മനസ്സിലാവുന്ന ഒരു നെഗോഷിയബിൾ അല്ലാത്ത ഒരു 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 ബെഞ്ച് മാർക്ക് ഇവിടെ സെറ്റ് ചെയ്തു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ട് ഞാൻ കാണുകയാണ്. ഈ മന്ത്രിയൊക്കെ ആർക്കാണ് വെപ്രാളം, ആർക്കാണ് ഇത് വേണം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഈ അധികാരവും ജനങ്ങളും തമ്മിലുള്ള പലപ്പോഴും കംപ്ലീറ്റ്ലി ഡിസ്കണക്റ്റ് ആയി പോകും. ഇവിടെ ഇത് ആരെയാണ് ബാധിക്കുന്നത് ഇവർക്ക് മനസ്സിലാവുന്നില്ലേ? കേരളത്തിലെ ജനസംഖ്യയുടെ പകുതിയും സ്ത്രീകളാണ്. ബാക്കി പകുതി അവരുടെ കൂട്ടുകാരും അവരുടെ ബന്ധുക്കളും അവരുടെ അച്ഛനും അവരുടെ മക്കളും അവരുടെ ആങ്ങളമാരും ഒക്കെയാണ്. ഈ മൊത്തം സമൂഹം ഇതിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, നോക്കി നിൽക്കുകയാണ്. ഇതുവരെ നമ്മളെ പറഞ്ഞ് പറ്റിച്ച് മുന്നോട്ട് പോയിരിക്കുന്ന ഈ മഞ്ഞളിപ്പ് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഇത് ആരും പൊറുക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ഈ ഗവൺമെൻറ്റും മറ്റുള്ളവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ അസോസിയേഷൻ ഇത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല എന്നാണ് പറയുന്നത്. അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം ബോയ്ക്കോട്ട് ചെയ്യുന്ന ആൾക്കാർ ബോയ്ക്കോട്ട് ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ താരത്വമൊന്നും എവിടെയും നിൽക്കില്ല. ഞാൻ എന്നും പറയുന്ന ഒരു കാര്യമുണ്ട്, ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ. ബാക്കിയുള്ള രാജ്യങ്ങളാണെങ്കിലും ബാക്കിയുള്ള വ്യവസായങ്ങളാണെങ്കിലും ഒക്കെ അതൊന്നും കാണാതെ ഈ അണയാൻ പോകുന്ന ഈ വിളക്കിൻ്റെ ആളിക്കത്തലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഇഗ്നോർ ചെയ്തിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകണം. ഈ റിപ്പോർട്ടിൻ്റെ അകത്ത് ഒരുപാട് തെളിവുകൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞു മൈനറായിട്ടുള്ള ആൾക്കാരുടെ കാര്യങ്ങളും കൂടെ പറഞ്ഞു. ഈ കാര്യത്തിലൊക്കെ സുവമോട്ടോ നടപടിയെടുക്കാൻ സർക്കാരിനും കോടതികൾക്കും കഴിയും. കാരണം അത് ഒരു കോൺക്ലേവ് വെച്ചിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളല്ല. ഇത് ഈ പവർ വേഴ്സസ് പീപ്പിൾ, ഇപ്പം നന്ദിഗ്രാമിൻ്റെ കാര്യമാണെങ്കിലും അടിയന്തരാവസ്ഥ കാലത്തെ കാര്യമാണെങ്കിലും അധികാരത്തിന് പലപ്പോഴും ജനങ്ങൾ എന്താണ് ആലോചിക്കുന്നത്, ജനങ്ങളുടെ വിഷമം അവർക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. ഈ കാര്യത്തിൽ ഇതൊരു വലിയ കോസ്റ്റ്ലി മിസ്റ്റേക്ക് ആയിരിക്കും ഇത് അഡ്രസ്സ് ചെയ്തിട്ടില്ലെങ്കിൽ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ ചോദിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. തീർച്ചയായിട്ടും തെളിവുള്ള കാര്യത്തിൽ നടപടി എടുക്കണം. പിന്നെ ഇത് ലോകത്തിലെ എല്ലാ സ്ഥലത്തും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഞാൻ കഴിഞ്ഞ 20 വർഷമായിട്ട് ടെക്നോളജി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഇന്ത്യയിലും പുറത്തുള്ള സ്ഥലത്തൊക്കെ ഇത് സോൾവ് ചെയ്ത പ്രോബ്ലമാണ്. ഞാൻ ഇന്നലെ ഈ കഴിഞ്ഞ ആഴ്ച സിംഗപ്പൂർ വഴി വരുന്ന സമയത്ത് ഒരു അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയുടെ റെസ്റ്റ് റൂമിൽ കയറിയതോടുകൂടിയിട്ട് ആ കുട്ടി അന്നേരം ടെർമിനേറ്റ് ചെയ്യാണ്. ലോകം എങ്ങനെയാണ് പോകുന്നതെന്ന് ഇവിടെയുള്ള ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല. കൂപമണ്ഡപങ്ങളായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. സോ ഇവർക്കൊക്കെ വേണ്ടുന്നത് ട്രെയിനിങ് ആണ്. എല്ലാ 6 മാസവും എല്ലാ 1 വർഷവും ഒരു പെൺകുട്ടിയോട് എന്തൊക്കെ പറയാം എന്തൊക്കെ പറയാൻ പാടില്ല എന്ന് ഇവരെ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇവർ പണ്ട് ഏതാണ്ട് ഈ ഫ്യൂഡൽ കാലത്ത് പഠിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങൾ മുറുക്കി പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. ആര് പഠിപ്പിക്കുമെന്നുള്ളതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. തീർച്ചയായിട്ടും അതാണ് സർക്കാർ ഉണ്ടാക്കേണ്ട ഒരു സ്ട്രക്ചറിന്റെ കാര്യം. ഇതാണ് ഇവർ അതിലൂടെ കടന്നു പോകണം. ഇവർ അതിൻ്റെ അകത്ത് ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിന്റെ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ഈ അപ്രൂവ്ഡ് ആയിട്ട് ഇതിനകത്ത് നിൽക്കാൻ പറ്റുള്ളൂ. നടക്കട്ടെ എന്ന് പറയുമ്പോൾ അതെങ്കിലും ആകുന്നല്ലോ എന്ന രൂപത്തിലേക്കൊക്കെ ആലോചന ഈ മലയാള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്നു. അതെങ്കിലും ആകട്ടെ, ഒരു കോൺക്ലേവ് എങ്കിലും തുടങ്ങട്ടെ, അവിടെ നിന്ന് അങ്ങോട്ട് എന്തെങ്കിലും മാറിയാലോ, ഇതാണ് പ്രതീക്ഷ. ദീദിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ടോ? ഇപ്പോൾ തന്നെ ഈ 4.5 വർഷം വൈകി ഈ റിപ്പോർട്ട് ഇന്നത്തെ ദിവസം പുറത്തുവിടാൻ തന്നെ എന്തൊക്കെ നാടകമായിരുന്നു കളിച്ചത്. ഏറ്റവും ഒടുവിലാണത് പുറത്ത് വിടേണ്ടി വന്നു എന്നുള്ളതാണ് നമ്മുടെ മുല്ല യാഥാർത്ഥ്യം. അപ്പോൾ അതിനുശേഷം ഇനി അങ്ങോട്ട് കോൺക്ലേവ് എന്ന് പറയുമ്പോൾ ആ കോൺക്ലേവിൽ പറയുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഹേമ കമ്മിറ്റി നിരവധി നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ട്രൈബ്യൂണൽ അടക്കമുള്ള നിർദ്ദേശങ്ങൾ, ഇതൊക്കെ അതിൻ്റെ അർത്ഥത്തിൽ തന്നെ കൃത്യമായി നടപ്പാകുമെന്ന് നമുക്ക് കരുതാമോ? അങ്ങനെ കരുതാൻ പറ്റില്ല. കാരണം വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് ഒരാള് ഇക്കിളി എന്ന് ഇതിനെ വിളിച്ചെങ്കിൽ അത് വളരെ വളരെ അപായ സൂചനകളാണ് നമുക്ക് തരുന്നത്. അത് ഇക്കിളി ആർക്കാണെന്ന് അത് ഇക്കിളി ആയിട്ടുള്ള കഥകളാവുന്നത് എന്ന് മാത്രം നമ്മൾ ചെക്ക് ചെയ്താൽ മതി. ഓരോ സ്ത്രീയെയും, പ്രത്യേകിച്ച് ടാലന്റഡ് ആയിട്ടുള്ള സ്ത്രീകൾ, വളരെ പാഷനറ്റ് ആയിട്ട് സിനിമയിൽ വരണം എന്ന് വിചാരിക്കുന്നവര്, അവർക്കൊക്കെ അവർ ജീവിതം തന്നെ ഇല്ലാതായി പോവുക, ആത്മഹത്യ ചെയ്യേണ്ടി വരിക, കുടുംബം തന്നെ അതിന്റെ പേരിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ രാഹുലൊക്കെ ഇടയ്ക്കിടയ്ക്ക് എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേസ് ഉണ്ടല്ലോ, അവരുടെയൊക്കെ ഫാമിലി നമ്മൾ കണ്ടിട്ടുണ്ട്. ഏത് വിധമാണ് ആ ഫാമിലി എഫക്റ്റഡ് ആയതെന്ന് നമ്മൾ കാണുന്നുണ്ട്. ഈ വിധം തകരുന്ന ആ കാര്യത്തിനെയാണ് ഇവര് ഇക്കിളി കഥകൾ എന്ന് പറഞ്ഞു അവരുടെ കൈകളിലൊക്കെ എങ്ങനെയാണ് ഐ സീരിയസ്ലി ഡൗട്ട്. പക്ഷെ
ഇവിടെ റോഷിപാലിനെ പോലെ ഒരാള് ഇന്ന് എങ്ങനെയാണ് സ്മൃതിയൊക്കെ നിന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് പുറത്ത് വരും വരെ നിന്നിട്ട് കാണിച്ച് കൂടെ നിന്ന ആൾക്കാരുണ്ടല്ലോ. WCCക്ക് അതിൽ സ്വന്തമായിട്ട് ക്രെഡിറ്റ് ഒന്നുമില്ല, പക്ഷെ കൺവിക്ഷൻ ഉണ്ടായിരുന്നു. ഇവിടെ തെറ്റ് നടക്കുന്നുണ്ട്, അത് ആവർത്തിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. ഇത്രയും മെനക്കെട്ട് നമ്മൾ പണച്ചെലവ് മാത്രമല്ല, ഓരോരുത്തരും അവിടെ പോയിട്ട് തുറന്നു പറഞ്ഞത് പിന്നെ അവർക്ക് രണ്ടാമത് അതേ തിക്താനുഭവങ്ങളിൽ കൂടെ റീവിസിറ്റ് ചെയ്യേണ്ടൊക്കെ വന്നതിന് ഒരു വിലയും ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. 4.5 കൊല്ലം ഈ ഗ്രേവ് ആയിട്ടുള്ള ഈ കണ്ടന്റ് വെച്ചുകൊണ്ട് എങ്ങനെയാണ് അതിന്റെ മേലെ അടയിരിക്കാൻ പറ്റുന്നത്? അതിന് ഉത്തരം പറയേണ്ടതില്ലേ അവരെ കയ്യിൽ നിന്നാണോ ഇനിയിപ്പോ കോൺക്ലേവിൽ നിന്നും വലിയ കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നത്? എനിക്ക് ആ നിലയ്ക്ക് പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി എന്ന് പറയുന്നത് ഇടതുപക്ഷ സർക്കാരാണ്. ഇത് മാത്രമല്ല, സ്ത്രീകൾക്ക് മാത്രം വുമൺ എംപവർമെന്റ് കണ്ടന്റ് ആയിട്ടുള്ള സിനിമയ്ക്ക് പണം പാസാക്കി എന്ന് പറയുന്നത് ഈ സർക്കാരാണ്. ആ സർക്കാരിൽ ഇനിയും ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും നമുക്ക് ഇത് എന്താ പറയാ പ്രാവർത്തികമാക്കുന്നതിൽ അവർ കാണിക്കും. ഇച്ഛാശക്തി ഉണ്ടാവുക എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാന. ദീദി, ഒരു ചോദ്യം. ഈ WCC വിരുദ്ധർ പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ ഹേമ കമ്മിറ്റി മുമ്പാകെ മൊഴി നൽകിയ ഒരു WCC അംഗം ഇവിടെ സിനിമാ മേഖലയിൽ ലൈംഗിക ചൂഷണമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ WCCക്കെതിരെ WCC വിരുദ്ധരുടെ ഒരു പ്രധാന വാദമായത് വരികയാണ്. WCC വിരുദ്ധർ എന്ത് പറയുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാറേയില്ല. സ്മൃതിക്ക് അറിയാം. കോവിഡ് കാലം തൊട്ട് പോലും നമ്മൾ വെറുതെ ഇരുന്നിട്ടില്ല. അത് ഈ പറഞ്ഞതൊക്കെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ശരി അങ്ങനെ ആക്കി കളയാം എന്ന് സർക്കാർ വിചാരിച്ചതുമല്ല. എങ്ങനെയാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് WCC വിരുദ്ധർ എന്ത് പറയുന്നു എന്നുള്ളത് നമ്മളുടെ കൺസേൺ അല്ല. ഇനി അതിൽ പറഞ്ഞ ആളെ വേട്ടയാടി പോകേണ്ട കാര്യവും അതാരാന്ന് കണ്ടുപിടിക്കേണ്ട കാര്യവും ഒന്നും നമുക്കില്ല. കാരണം നമുക്കൊരു ബാധ്യതയുണ്ട്. ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പം നമ്മളുടെ ബാധ്യത എന്താണ്? ഇതിൽ പറഞ്ഞ മൊഴി കൊടുത്തത് ഒരു നിലയ്ക്കുള്ള ഒരു സൂചകങ്ങളും ഈ ആൾക്കാരെ പറ്റി പുറത്ത് പറയാൻ പാടില്ല എന്നുള്ളതാണ്. അത് നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അതിനെ പറ്റിയിട്ട് കമന്റ് ചെയ്യുക, അത് ഇന്ന ആളായിരിക്കും എന്ന് പറയുക, അതൊക്കെ തെറ്റായിട്ടുള്ള കാര്യമാണ്. കാരണം റിപ്പോർട്ട് പുറത്തുവിടുന്നത് ഒരു കണ്ടീഷനിലാണ്. ഈ പറഞ്ഞ ആരെയും ഇതാരാണ് എന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷനെ പോലും അതിലേക്ക് വോട്ട് ചെയ്യാൻ പാടില്ല എന്നാണ്. പിന്നെ സിനിമയിൽ വളരെ വിചിത്രമായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഈ പറഞ്ഞ ഹറാസ്മെന്റ് മുഴുവൻ വലിയൊരു കേമത്വമായിട്ടാണ് കണ്ടിട്ടുള്ളത്. രാഷ്ട്രീയത്തിൽ പോലും ഇല്ല. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് പവർ ആൻഡ് പൊളിറ്റിക്സ്. അതല്ല. കാരണം ഒരു മന്ത്രിയുടെ പേരിൽ ഒരു സെക്ഷൽ അലിഗേഷൻ ഉണ്ടാക്കും, നിർബന്ധമായിട്ട് അദ്ദേഹം രാജിവെച്ചിട്ടുണ്ട്. എല്ലാ തവണയും അവർ ആൻസറുകളായിട്ടുണ്ട്. പലതവണയും അവർ ഇതിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥരായിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മളുടെ പബ്ലിക് ആയിട്ടുള്ള ഒരു ചാനലിൽ വന്നിരുന്നിട്ട് ഭോഗിച്ച സ്ത്രീകളുടെ സംഖ്യ അതല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുന്നത് എങ്ങനെയാണ്? അതെങ്ങനെയാണ് ഒരു തമാശയായിട്ട് എടുക്കാൻ പറ്റുന്നത്? അത് സിനിമയ്ക്കകത്ത് മാത്രം സാധ്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഇവിടെ ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ആകെ നമ്മൾ പുറത്തേക്ക് വരുന്ന ഒരു മെസ്സേജ്, വേറെ ഒരു ഹോപ്പും അതിന്റെ മേലെ ഇല്ല. ആകെ വരുന്ന ഒരു മെസ്സേജ് എന്താന്ന് വെച്ചാൽ, ഇത് എബൌട്ട് സിനിമ എന്ന് പറയുന്ന മേഖല നിയമങ്ങൾക്ക് അതീതമല്ല. അതാണ് നൽകുന്ന സന്ദേശം. ദീപ, നമുക്ക് സമയക്കുറവുണ്ട്. ദീപ, എന്ത് നടപ്പാകണമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അവസാനമായി പറയാനുള്ളത്? തീർച്ചയായിട്ടും നീതി നടപ്പാവണം. സിനിമാ ഫീൽഡിലുള്ള അട്രോസിറ്റീസ്, ഫ്യൂഡലിസം ഒക്കെ മാറുന്ന രീതിയിലുള്ള ഇനി ഒരു പുതിയ തലമുറയ്ക്ക് കൂടി ഭയമില്ലാതെ മാന്യമായ രീതിയിൽ ജോലി ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം സിനിമാ മേഖലയിൽ ഉണ്ടായെങ്കിൽ മാത്രമേ ആരോഗ്യപരമായിട്ടുള്ള ഒരു കലാരംഗം ഇവിടെ സൃഷ്ടിക്കപ്പെടുകയുള്ളൂ. അതോടൊപ്പം വേറൊരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ, പരാതിപ്പെടേണ്ടവർ പരാതിയുള്ളവർ വന്ന് പരാതിപ്പെടട്ടെ, അപ്പോൾ നടപടിയെടുക്കാമെന്ന് പറഞ്ഞ വനിതാ കമ്മീഷൻ അംഗം പറയുമ്പോൾ വേട്ടക്കാരൻ്റെ മുൻപിൽ ഇരയെ കൊണ്ട് നിർത്തിക്കൊടുത്തിട്ട് അവരെ തുറന്നു കാണിച്ചു കൊടുക്കുന്ന ഒരു സമീപനമാണ് ഗവൺമെന്റ് കൈക്കൊണ്ടിരിക്കുന്നത്. ഈ 4.5 വർഷമായിട്ട് റിപ്പോർട്ട് കിട്ടിയിട്ട് പൂഴ്ത്തിവെച്ചു എന്നുള്ള ഗുരുതരമായ കുറ്റകൃത്യം ഗവൺമെന്റ് ചെയ്തപ്പോൾ തന്നെ ഈ 4.5 വർഷം WCC എന്ന് പറയുന്ന സംഘടനയാണ് ഇതിനു വേണ്ടി ആദ്യമായി മുന്നോട്ട് വന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ അതിൽ നിന്ന് തന്നെ എത്ര പേര് പിന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പോൾ അത്രയധികം സമ്മർദ്ദം ഈ ഓരോ ഇതിലുള്ള അംഗങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. കാരണം അവർക്ക് ഈ ഫീൽഡിലുള്ള എക്സിസ്റ്റൻസ്, അവരുടെ സർവൈവൽ ഒക്കെ തന്നെ വലിയ ഒരു ചോദ്യചിഹ്നമായി മുന്നിൽ നിൽക്കുമ്പോൾ പലരും ഇതിൽ നിന്ന് പിന്നോട്ട് പോയി അവരുടെ ജീവിതോപാധി തേടുന്ന ഒരു അവസ്ഥ കൂടെ ഈ ഒരു 4.5 വർഷം പൂഴ്ത്തിവെച്ചതിൽ ഗുരുതരമായ ഒരു കാര്യം അതിൻ്റെ അകത്തും കൂടെ ഉണ്ട്. പിന്നെ മന്ത്രി പറഞ്ഞ വളരെ ലാഘവത്തോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്,
അദ്ദേഹം പറഞ്ഞു ഈ പറഞ്ഞ ആളുകളുടെ വ്യക്തികളുടെ സ്വകാര്യതയെ മാനിക്കണം എന്ന് പറയുമ്പോൾ ഈ ഗവൺമെന്റ് വ്യക്തികളുടെ സ്വകാര്യതയിൽ ഇത്ര ഓവർ കൺസേൺ ആവുന്നത് ഈ സിനിമ ഫീൽഡിൽ മാത്രമേ ഉള്ളൂ. മറ്റ് പൊതു രംഗത്ത് നിൽക്കുന്നവരുടെയൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളുടെ വ്യക്തികളുടെ സ്വകാര്യതയൊന്നും അതൊന്നും മാനിക്കാതെ അവരെയൊക്കെ പൊതു ഇടങ്ങളിൽ വലിച്ചയച്ച കഥകൾ നമുക്ക് നമ്മളത് കണ്ടിട്ടുള്ളതാണ്. അവസാനമായി രാഹുൽ ഈശ്വർ അല്ലല്ല, സമയമില്ലാത്തതുകൊണ്ടാണ് രാഹുൽ ഈശ്വർ വളരെ ചുരുക്കി കോൺക്ലേവിൽ പരിഹരിക്കാവുന്ന വിഷയങ്ങളാണ്. രാഷ്ട്രീയമായി സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താനല്ല അല്ല, അത് വിടൂ. അത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയാണ് അവർക്ക് രാഷ്ട്രീയമായ നിലപാടുണ്ടാവും. രാഹുൽ പറയൂ, കോൺക്ലേവിൽ പരിഹരിക്കപ്പെടുമോ? കോൺക്ലേവിൽ പരിഹാരത്തിന്റെ തുടക്കമാവും. അതുകൊണ്ട് അവസാനമല്ല, കോൺക്ലേവിൽ പരിഹാരത്തിന് തുടക്കമാകും. അതിനെ സമയബന്ധിതമായ നയങ്ങളും നിലപാടുകളുമായി മാറ്റണം. ഒരു നിയമനിർമ്മാണം നല്ലതാണ്, സിനിമാ നയം നല്ലതാണ്, പോസിറ്റീവ് അപ്രോച്ചാണ് വേണ്ടത്. ശരി, ധന്യ, അവസാനമായി നോക്കൂ, എനിക്ക് ഒരേ കാര്യം പറയാനുണ്ട്. എല്ലാ ചാനലുകളിലും എല്ലാവരും ചോദിക്കുന്ന ചോദ്യം, എന്തുകൊണ്ടാണ് ഇതൊരു പോലീസ് കംപ്ലൈന്റ് ആക്കാത്ത സർക്കാർ? ഞാൻ മൈനറിനെ കുറിച്ച് ചോദിച്ച പോലെ മറ്റുള്ളവർ അഡൾട്ട്സിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഈ മീ ടു മൂവ്മെന്റ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്ത ഒരു ജേർണലിസ്റ്റ് നിലയ്ക്ക് ഞാൻ പറയാണ്, ഇത് ചോദിക്കാൻ നമുക്ക് എളുപ്പമാണ്. എന്തുകൊണ്ടാണ് ഈ സ്ത്രീകൾ പോലീസിലൂടെ പോകാത്തത്? എന്തുകൊണ്ടാണ് ഈ സ്ത്രീകൾ കോടതിയിൽ പോകാത്തതെന്ന്? ഇവർ പോലീസിലോ കോടതിയിലോ പോയാൽ ഇവർ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. ഇവർ ഹേമ കമ്മിറ്റിയോട് സംസാരിച്ചതിന് പോലും, WCC ഫോം ചെയ്തതിന് പോലും ഇവരെ 4-5 വർഷമായി സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഇനി ഇവരൊരു പോലീസ് കേസിന് പോയാൽ ഇവരുടെ കൂടെ നിൽക്കുന്ന ജനങ്ങൾ പോലും ഇവരുടെ കൂടെ ഇല്ലാതാകും. അതുകൊണ്ട് നമുക്ക് എളുപ്പമാണ് ഒരു സ്ത്രീയോട് നിങ്ങൾ എന്തുകൊണ്ട് കംപ്ലൈന്റ് ചെയ്തില്ല എന്ന് പറയാൻ. അതിന്റെ റെപ്പക്കഷൻസ് അനുഭവിക്കേണ്ടത് ആ സ്ത്രീയാണ്. അപ്പൊ എനിക്ക് WCC മെമ്പേഴ്സിന്റെ ഭാഗത്ത് നിന്നും ആലോചിക്കാൻ പറ്റും, ഞാനൊരു സ്ത്രീയാണ്, ഞാനൊരു ജേർണലിസ്റ്റ് ആണ്, ഞാൻ എപ്പോഴും ഇങ്ങനത്തെ സ്ത്രീകളോട് ഇന്ററാക്ട് ചെയ്ത ഒരാളാണ്. നടപടികൾ എടുക്കാൻ സമ്മർദ്ദ ശക്തിയായി തുടരുക എന്നുള്ളതാണ് നമുക്ക് മുന്നിലുള്ള ഏക പോംവഴി. അത് മാധ്യമപ്രവർത്തകർ മാത്രമല്ല, ഇക്കാര്യത്തിൽ ജനങ്ങളും ഒരു സമ്മർദ്ദ ശക്തിയായി തന്നെ പ്രവർത്തിക്കും. ആ സമ്മർദ്ദത്തിനൊടുവിലാണ് ഇപ്പോൾ സർക്കാരിന് റിപ്പോർട്ട് പുറത്തുവിടേണ്ടി വന്നത് എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. എന്താണ് ഈ ഹേമ കമ്മിറ്റി പറയുന്നത്, എന്താണ് ഈ മലയാള സിനിമാ മേഖലയിൽ നടക്കുന്നത് എന്നത് അക്കമിട്ട് നിരത്തുന്ന വിവരങ്ങൾ ഇവിടെ പുറത്തേക്ക് വരുമ്പോൾ കേരളം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ്. ഇതിൽ ഒരു ഉടച്ചുവാർക്കൽ വേണമെന്നുള്ളത് കേരളത്തിൻ്റെ ആവശ്യമാണ്. ഇവിടുത്തെ സ്ത്രീയുടെ അന്തസ്സ്, സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ അന്തസ്സ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ സ്ത്രീകളുടെയും കൂടി അന്തസ്സാണ്. അന്തസ്സ് കാക്കുന്ന തീരുമാനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തേണ്ടതുണ്ട്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത. ഈ 2 മണിക്കൂർ ദീർഘ ചർച്ചയായിരുന്നു. വളരെ നന്ദി പി സതീദേവി, അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ, ലിബർട്ടി ബഷീർ, ധന്യ രാജേന്ദ്രൻ, ആഷിഖ് കപൂർ, ദീപ അനിൽ, ദീതി ദാമോദരൻ, അഡ്വക്കേറ്റ് രാഹുൽ ഈശ്വർ, പ്രകാശ് പാരെ ചർച്ചയിൽ പങ്കെടുത്തതിന്.